റൈറ്റ്, ഇനി ബാക്ക് സ്റ്റേജ് അനൗൺസ്മെന്റ്സ് ഇല്ല, നമ്മൾക്ക് തുടങ്ങാം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് സൈലന്റ് ആയിരിക്കാം എല്ലാവർക്കും, അല്ലേ? ഐ നോ യുർ ഓൾ എക്സൈറ്റഡ്. കാരണം എല്ലാവരും കണ്ട ഒരു സ്നേഹവും ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ കിട്ടുന്നത് വളരെ അപൂർവമാണെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ നമ്മൾക്ക് ആരംഭിക്കാം. MOD സിഗ്നേച്ചർ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് എന്റെ സംരംഭം ഷീപ്രനേഴ്സ് അവാർഡ്സ് 2021 ഇൻ അസോസിയേഷൻ വിത്ത് ബൈ ഹാൻഡ് ലവ് എത്നിക് ലിവ് എത്നിക്. മനോഹരമായ ഈ സായം സന്ധ്യയിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. എൻ്റെ സംരംഭം സംരംഭകരുടെ വിജയ മന്ത്രം, ആ ഒരു പേരിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞേ മതിയാവൂ. എൻ്റെ സംരംഭം എന്നുള്ളത് ഒരു ബിസിനസ് മാഗസീനാണ്. പിച്ച വെച്ചത് 2016 പക്ഷെ ഇപ്പോൾ ഞങ്ങൾ പറക്കുകയാണ്. കേരളത്തിലെ നമ്പർ 1 ബിസിനസ് മാഗസീനായിട്ട് ഈ ചുരുങ്ങിയ കാലയളവിൽ എൻ്റെ സംരംഭം ടീമിന് വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഷിയർ ഹാർഡ് വർക്ക് ആൻഡ് ബ്രില്യൻറ്റ് ബ്രെയിൻ ആണ് എന്ന് ഞാൻ പറയും. അവർക്ക് നല്ലൊരു കൈയടി നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ആദ്യം തന്നെ കൊടുക്കാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി അനവധി മേ ബി സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഗ്രോയിങ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെ നമ്മളുടെ മുന്നിൽ കൊണ്ടുവരാനും ഒരു പ്രചോദനമായിട്ട് അവതരിപ്പിക്കാനും അവരെ ആദരിക്കാനും ഒക്കെ ടീം എൻ്റെ സംരംഭത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ ചെറിയ കാലയളവാണെങ്കിൽ കൂടെ ഏതാണ്ട് 6ഓളം അവാർഡ് നൈറ്റുകൾ, ഇതുപോലുള്ള ഗ്യാതറിങ്സ് അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഓൺടർപ്രണേഴ്സിനെ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഡെഫിനറ്റ്ലി സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന 2 പേര്, രംഗു ആൻഡ് അന്ന. അവരെ പറ്റി ഞാൻ പറഞ്ഞാലെങ്കിൽ നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഔട്ട് ഓഫ് ഓൾ ദീസ് അവാർഡ്സ് ഫംഗ്ഷൻസ് ദേ ഹാവ് ഓർഗനൈസ്ഡ്, ലാസ്റ്റ് മന്ത് 17th സെയിം വെന്യൂവിൽ വെച്ചിട്ട് നമ്മളൊരു അവാർഡ് നടത്തിയായിരുന്നു. എൻ്റെ സംരംഭം യെസ് ബിസ് കോൺക്ലേവ് 2021. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരുന്നിട്ട് പോലും വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾക്ക് ആ ഒരു ഗ്യാതറിംഗ്, ആ ഒരു അവാർഡ് ഫംഗ്ഷൻ നടത്താൻ സാധിച്ചത്. എഗൈൻ അതിനും അവർക്ക് വേണ്ടി നല്ലൊരു കൈഡി കൊടുക്കാം. കാരണം ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രീറ്റിംഗ് ആൻഡ് മീറ്റിംഗ് ആൻഡ് ഗ്രോയിങ് നമ്മൾക്ക് സാധിപ്പിച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ ഇന്നത്തെ ഈവനിങ്ങിലേക്ക് വന്നാൽ, ദിസ് ഇസ് ഓൾ അബൌട്ട് പവർഫുൾ വിമൻ. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യു ആർ ഓൾ പീപ്പിൾ ടു ലുക്ക് അപ് ടു. നിങ്ങളെല്ലാം നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ത്രീകൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന സ്ത്രീകളാണ്. കുടുംബത്തിലെ ഉത്തരവാദിത്വം ഭാരമായിട്ട് കാണാതെ, സ്വന്തം ടാലന്റുകളെ ഒതുക്കി വെക്കാൻ മനസ്സ് കാണിക്കാതെ സധൈര്യം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ശക്തികളാണ്. അത് അന്നെ ആയിക്കോട്ടെ, ഇവിടെ വന്നത് പ്രസന്റ് ചെയ്യുന്ന ഞാനായിക്കോട്ടെ, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആയിക്കോട്ടെ, നമ്മൾക്ക് ആർക്കും 2021 ആണെങ്കിൽ കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു കേക്ക് വാക്ക് ഒന്നും അല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ആവശ്യമുണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ ഹിയർ, സ്റ്റിൽ വി ആർ സക്സസ്ഫുൾ, സ്റ്റിൽ വി ആർ ഗ്രോയിങ്, സ്റ്റിൽ വി ആർ മാർച്ചിങ് എഹെഡ്. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ടു ഷട്ട് അപ്പ് നൗ, കാരണം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സോ ദിസ് ഈവനിങ് ഇസ് ഓൾ അബൌട്ട് സെലിബ്രേറ്റിംഗ് വിമൻഹുഡ്, സെലിബ്രേറ്റിംഗ് പവർ ആൻഡ് സപ്പോർട്ടിംഗ് ഈച്ച് അതർ. ഇന്ന് 14ഓളം വരുന്ന വിമൻ ഓൺടർപ്രണേഴ്സിനെ നമ്മൾ ആദരിക്കാൻ പോവാണ്. ആ ചടങ്ങിലൊക്കെ കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരെയും ഔപചാരികമായിട്ട് ഇന്നത്തെ ഈ സായം സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യാനായി ഞാൻ നേരത്തെ പറഞ്ഞ 2 പേരുകളിൽ ഒരാളായ അന്ന സൂസൻ, നമ്മൾ സ്നേഹത്തോടെ അന്നമ്മയെ എന്ന് വിളിക്കും. അന്ന ഇസ് വൺ ഓഫ് ദി സ്ട്രോങ്കസ്റ്റ് വിമൻ ഐ ഹവ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. ഷീസ് വെരി സ്മാർട്ട്. ഐ മീൻ ലൈക്ക് ഷീസ് സോ പ്രിറ്റി ആൻഡ് ഷീസ് വെരി സ്മാർട്ട്. ആദ്യം ഞാൻ കണ്ടത് അന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ്. ബട്ട് നൗ ഷീ ഓൺസ് എ കമ്പനി. സോ അന്ന ഇസ് വൺ ബ്രില്യൻറ്റ് വുമൻ ആൻഡ് ഷീ ഈസ് ദി മാനേജിംഗ് ഡയറക്ടർ ഓഫ് സംരംഭം മാഗസീൻസ് പാർട്ട്ണർ സ്പാർക്ക് സ്റ്റോറീസ് ആസ് വെൽ. അന്ന ഇങ്ങനെ എല്ലാം കേട്ട് സൈഡിൽ നിൽക്കുകയാണ്. ഇനി അന്ന സംസാരിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാൻ പോവാണ്. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും പറഞ്ഞതുപോലെ, മീൻസ് ജീനു പറഞ്ഞതുപോലെ ഭയങ്കര സന്തോഷം. ഇപ്പം കഴിഞ്ഞൊരു 17th നമ്മുടെ ഒരു വലിയ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഷീല മാഡം ഒക്കെ ഉണ്ടായിരുന്നു. കേരളത്തിലെ കൊറോണയ്ക്ക് ശേഷം ചെയ്ത ഏറ്റവും വലിയൊരു പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞ 17th സംരംഭം ചെയ്തത്. പക്ഷെ തീർച്ചയായിട്ടും മാർച്ച് മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് മാർച്ച് 8ാം തീയതി വുമൺസ് ഡേ ആണ്. അപ്പൊ മാർച്ചിൽ ഫുൾ എല്ലാ വുമൺ ഓൺടർപ്രണേഴ്സും അല്ലെങ്കിൽ സക്സസ് ആയിരിക്കുന്ന എല്ലാ വുമൺസും ഭയങ്കര എന്താ പറയണേ, ഒരു ഗിഫ്റ്റ് കിട്ടും. ഇപ്പൊ ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ്, പക്ഷെ ആരും തന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു മാസമാണ് മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഗ്യാതറിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം
കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് അല്ലെങ്കിൽ ലോകത്തില് ഒരുപാട് വുമൺ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. പക്ഷെ എടുത്ത് പറയുമ്പോ നമ്മുടെ നാട്ടില് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒരു ഷീല കൊച്ചോസെപ്പ് അല്ലെ മാഡം, ആരോട് ചോദിച്ചാലും പറയും. പിന്നെ വളരെ കുറച്ച് പേരുകൾ എല്ലാവർക്കും അങ്ങനെ അറിയത്തുള്ളൂ. പക്ഷെ നമ്മള് എന്താ പറയാ, ഒരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്നവരെ അവരെ വളർത്തിക്കൊണ്ട് വരിക, അല്ലെങ്കിൽ അവർക്കൊരു പ്രചോദനമാവുക, അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവുക, ഇങ്ങനെയുള്ള ഗ്യാതറിങ്സ് നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിൽ കണ്ടത്. ഇനി ഇത്രയും പേര് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒത്തിരി നാളായെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു ഓൺലൈനിൽ നിന്ന് നമ്മൾ തിരിച്ചൊരു ഓഫ്ലൈനിലേക്ക് പങ്കെടുത്തിട്ട്. ഓൺലൈനിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ നമ്മുടെ അവാർഡ് ഫംഗ്ഷന് പറഞ്ഞു, ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു ഓൺട്രപ്രണർ, അതിപ്പോ വുമൺ ആണെങ്കിലും മെൻ ആണെങ്കിലും, നമ്മുടെ ഓർഗനൈസേഷൻ പണിതെടുത്ത് വന്നപ്പോ എടുത്തു വെച്ച ഓരോ കട്ടയും അല്ലെങ്കിൽ നമ്മൾ പണിയാൻ വേണ്ടി എടുത്തു വെച്ച ഓരോ ഇഷ്ടികയും വളരെ സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം ഒരുപാട് സംരംഭകർ നിന്നുപോയി, ഒരുപാട് സംരംഭകർ വളർന്നു. ഇപ്പൊ നമ്മളൊക്കെ നിലനിൽക്കുക അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ അടിത്തറ സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതിലെല്ലാവർക്കും എന്നെ പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് വലിയ കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ, അതിൽ ക്ഷമിക്കണം. ആദ്യമേ ഞാൻ തന്നെ പറയാം. കാരണം ഒരു ഓൺട്രപ്രണർ ആയിട്ട് ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ, ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു എംപ്ലോയി ആയിരുന്നു. എന്നെ അറിയാവുന്ന കുറെ പേരൊക്കെ ഉണ്ട്. ഞാൻ എംപ്ലോയി ആയിരുന്ന സമയത്തും മീറ്റ് ചെയ്തേക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഞാൻ എന്റെ കർത്തവ്യം സ്വാഗതം എന്നുള്ളതാണ്. ഒരുപാട് വലിച്ചു നീട്ടാതെ ഞാൻ എന്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷീല മാഡത്തിനെയാണ്. ഇവിടെ ഒരു വനിതകൾക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വനിതകളെ വളർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഷീല മാഡം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വിസ്റ്റാർ എന്നൊരു കമ്പനിയേക്കാൾ ഉപരി വെൻ എന്നൊരു സംഘടന രൂപീകരിക്കുക, അതിനെ വളർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പ്രചോദനമാവുക, ഇതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും സ്നേഹത്തോടെ, ഞങ്ങളുടെ എല്ലാ ഫംഗ്ഷനും ഷീല മാഡം വരാറുണ്ട്. ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഷീല മാഡത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത് ആശ മാഡം. ആശ മാഡം എനിക്ക് തോന്നുന്നു MOD ജ്വല്ലറി, ഞങ്ങള് തമാശക്ക് കളിയാക്കിയൊക്കെ പറയാറുണ്ട് കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. ഒരു ജ്വല്ലറി തുടങ്ങിയിട്ട് അത് അടച്ചുപൂട്ടിയതിനൊരു സെക്യൂരിറ്റിന് വെച്ചൊരു സ്ഥാപനം പനമ്പള്ളി നഗറിൽ നമ്മൾ വന്നാൽ കാണാൻ പറ്റും. വേറൊന്നുമല്ല, അവിടുത്തെ ഓരോ കളക്ഷനും വളരെ എന്താ പറയുക, വളരെ യുണീക്കാണ്. യുണീക്ക് എന്നൊന്നും പറഞ്ഞാൽ പോലും ഒരു വാക്കുകൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് അവിടുന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ക്ലയന്റ് ഉണ്ട്, അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് പറയണ്ടായി, മോള് ദുബായിൽ നിന്ന് 10 ദിവസത്തെ ലീവിന് വരും, അവൾ 8 ദിവസവും MODയിലായിരിക്കും, 2 ദിവസം എനിക്ക് കാണാൻ കിട്ടാറുള്ളൂ എന്ന്. ആശ മാഡത്തിന് ഒരു പെൺകുട്ടികൾക്കിടയിൽ ഒരു തരംഗമാകാൻ മാഡത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടക്കകാലം മുതൽ ഇപ്പൊ വരെ ആശാ സെബാസ്റ്റ്യൻ മൊത്തത്തിൽ എന്നുള്ളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ മാഡത്തിന് സാധിച്ചിട്ടുണ്ട്. മാഡത്തിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പ്രിയ മാഡം. ഡ്രീം ഫ്ലവർ ബിൽഡേഴ്സ് നമ്മൾ കൊച്ചിയിൽ എവിടെ പോയാലും കാണാൻ സാധിക്കും, നമ്മുടെ റേഡിയോ ഓണാക്കിയ കേൾക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് സ്പാർക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് യൂട്യൂബിൽ. ആ ചാനലിലെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോ ഏതാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഫാസിൽ സാറിനെയും പ്രിയ മാഡത്തിന്റെയും വീഡിയോ കാണുന്നത്. വേറൊന്നുമല്ല, വളരെ സ്ട്രോങ് ആയിട്ട് വളരെ പവർഫുൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു ഒരു 5-6 തവണ ആ വീഡിയോ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, നിങ്ങൾ കണ്ടു നോക്കട്ടെ, ഞാൻ എല്ലാവർക്കും പേഴ്സണൽ ലിങ്ക് അയച്ചു തന്നേക്കാം. മാഡം ഇതുപോലെ വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് എനിക്ക് തോന്നുന്നു മാഡത്തിന്റെ വീട് പണിയാൻ വേണ്ടി ഹസ്ബൻഡ് കൊടുത്ത തുകയിൽ നിന്ന് മിച്ചം വെച്ച കാശ് കൊണ്ട് ബിസിനസ് തുടങ്ങി ഇന്ന് ഇവിടുത്തെ ഏറ്റവും പവർഫുൾ ഓൺട്രപ്രണേഴ്സിൽ ഒരാളായിട്ട് വളർന്നു വന്നിക്കൊണ്ടിരിക്കുകയാണ്. മാഡത്തിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിനു മാഡം. ബിനു മാഡത്തിനെ നമ്മള് സേവന മെഡിനീഡ്സ് എന്ന കമ്പനിയേക്കാൾ ഉപരി നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ ഒരു ബോക്സ് ഉണ്ടാകും. സുരക്ഷ എന്ന് പറയുന്ന ബ്രാൻഡില് എല്ലാ ഡോക്ടേഴ്സും വെച്ചിരിക്കുന്ന മാസ്കിനകത്ത് ഒരു ബ്രാൻഡിങ് ഉണ്ടാകും, സുരക്ഷ. ഇതിന്റെ പിന്നിൽ ഒരു കിഴക്കമ്പലത്തെ ഒരു വനിതയാണ് ബിനു ഫിലിപ്പോസ്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത്, ഞങ്ങൾ ബിനു ചേച്ചി എന്ന് വിളിക്കുന്ന ഞങ്ങളെ ഏറ്റവും അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. ബിനു ചേച്ചി ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത് രൂപ മാഡം. രൂപ മാഡത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ വേണമെന്ന് എനിക്ക് അറിയില്ല. കാരണം രൂപ ജോർജ് സർക്കിളിൽ ഇല്ലാത്ത വളരെ കുറച്ച് ആളുകളായിരിക്കും ഇവിടെ ഉണ്ടാവത്തുള്ളൂ. അത്രയും
ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിന് വേണ്ടി മാറ്റിവെച്ച് എല്ലാവർക്കും വേണ്ടി, അതായത് രൂപ ചേച്ചിയുടെ മെസ്സേജുകളും കണ്ടാൽ അറിയാം, ചെറിയ കേക്ക് ഉണ്ടാക്കുന്നവര്, ചെറിയ എംബ്രോയിഡറി ചെയ്യുന്നവര്, അങ്ങനെ വളരെ നമ്മൾ കാണാത്ത ചെറിയ ചെറിയ സംരംഭകർ, വനിതകള്, അവരെ വളർത്തിക്കൊണ്ടുവരുന്ന വളരെ നല്ലൊരു രീതിയിൽ ബിസിനസ്സും അതുപോലെ തന്നെ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പും ചെയ്യുന്ന രൂപ ചേച്ചി വളരെ സ്നേഹത്തോടുകൂടി ചേച്ചിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഉത്തര ചേച്ചി നമ്മുടെ ഇവിടെ കൊച്ചിയിൽ ചേച്ചി ഒത്തിരി വരാറില്ല. പക്ഷെ നമ്മൾ മലബാർ റീജിയനിലേക്ക് ചെന്നിട്ട് ഉത്തരാമകൃഷ്ണൻ എന്ന് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ചേച്ചിക്ക് കൊടുക്കുന്ന സ്നേഹം നമുക്കും കിട്ടും, അത് ഉറപ്പ്. മലബാറുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൊ ചേച്ചിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് കിട്ടുന്ന അതേ സ്നേഹം നമുക്കും കിട്ടും. അത്രയും പവർഫുൾ ആയിട്ട് ഒത്തിരി വർഷങ്ങളായി ചേച്ചി ബിസിനസ് ചെയ്യുന്നു. ചേച്ചിയെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഗ്രീഷ്മ നടരാജ്. ഗ്രീഷ്മാമ്മ വളരെ ഞങ്ങൾ ഒരു പരിചയപ്പെട്ട് ഒരു 6 മാസം 7 മാസം ആകുന്നു. വുമൺ ഓൺട്രപ്രണർ ആണ്. അതുപോലെ ടാരോ കാർഡ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള, എല്ലാവർക്കും അറിയായിരിക്കും, അതിനകത്ത് പ്രാവീണ്യമുള്ള ഒരു ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അങ്ങനെ വലിയ വലിയ പൊസിഷനുകളൊക്കെ അലങ്കരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഗ്രീഷ്മ മേഡത്തിന്റെ. ഗ്രീഷ്മ മേഡത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എലിസബത്ത് മാഡം, കൽപ്പന ബ്യൂട്ടി പാർലറിന്റെ മാഡം എത്തിച്ചേർന്നിട്ടില്ല, മാഡം ഓൺ ദ വേ ആണ്. അതുപോലെ മേരി ജോർജ്. മേരി ചേച്ചിയെയും ഞാൻ പരിചയപ്പെടുത്തണ്ട, മേരി ചേച്ചിനെയും എല്ലാവർക്കും വളരെ പരിചിതമാണ്. മേരി ചേച്ചി UPM മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തെ വർഷങ്ങളായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന, അതിലുപരി BNI എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുടെ, ഒരു 1300ഓളം ഓൺട്രപ്രണേഴ്സ് പങ്കെടുക്കുന്ന വലിയൊരു സംഘടനയുടെ സീനിയർ ഡയറക്ടർ കൺസൾട്ടന്റ് ആണ് അദ്ദേഹം. മേരി ചേച്ചിയുടെ ഒരു സ്പീച്ച് നമ്മൾ BNI, ഒരുപാട് പേരുണ്ടാവും BNIയിലൊക്കെ മെമ്പേഴ്സ് ആയിട്ടുള്ളവര്. തുടക്ക കാലഘട്ടം മുതൽ BNI എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ആളാണ് മേരി ചേച്ചി. മേരി ചേച്ചിയെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അവാർഡീസ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളതൊരു സന്തോഷമാണ് നമുക്ക്. അതിലുപരി നമ്മൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഒരു ഫലമാണ്. കൊറോണ സമയത്തിന് നിലനിൽക്കുക, അവിടെ നിന്ന് വളരുക, അവിടെ നിന്ന് ഈ ഒരു അവാർഡ് ഫംഗ്ഷനിലേക്ക് എത്തുക, ഇതൊന്നും വളരെ ചെറിയ കാര്യമല്ല, ഒത്തിരി വലിയ കാര്യമാണ്. ഇപ്പൊ ഇവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ ഈ പറയുന്നത് പോലെ എല്ലാ സക്സസ്ഫുൾ ആയ ആണുങ്ങളുടെ പുറകിലും പെൺകുട്ടികൾ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ പുറകിലും ഉണ്ട് നമ്മുടെ അച്ഛനായിട്ടും ഭർത്താവായിട്ടും കൂട്ടുകാരനായിട്ടും പുറകിൽ നിൽക്കുന്ന ഒരു പുരുഷൻ. എനിക്ക് തോന്നുന്നു ഇവിടെയും ഒരുപാട് പേരുണ്ട് അങ്ങനെ വന്നിരിക്കുന്നത്. എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷത്തെക്കാൾ ഉപരി ഇപ്പം എൻ്റെ പാർട്ട്ണറുണ്ട് രംഗുവിനെ എല്ലാവർക്കും അറിയാം. രംഗുവൊക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ നാളായിട്ട്, കഴിഞ്ഞ 17-ാം തീയതി ഒരു അവാർഡ് ചെയ്തു. 17 ദിവസത്തെ ഷോർട്ട് നോട്ടീസിലാണ് ഞങ്ങൾ ആ പ്രോഗ്രാം ചെയ്തത്. അതിനുശേഷം 1 മാസം കൊണ്ട് നമ്മൾ അടുത്തൊരു ഗ്യാതറിംഗ്, ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും നമുക്കിതൊരു സന്തോഷമാണ്. അപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ വെനിയുടെ വലുപ്പത്തിലല്ലല്ലോ കാര്യം, ഇവിടെ ഇരിക്കുന്ന പെൺപുലികളുടെ ഒരു പവറിലാണ് കാര്യം. സോ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഷോസ് ഐ ഹവ് എവർ ആങ്കർഡ് ആസ് വെൽ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ ഓൾസോ. ഇനി ഡിഗ്നിറ്ററീസ് ഒക്കെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അവരിങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള കുറേ സീറ്റ്സ് വേക്കൻ്റ് ആണ്. ആൻഡ് അന്ന പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ച് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറകിലിരിക്കേണ്ട വ്യക്തിത്വങ്ങളല്ല. നമ്മളുടെ ഇന്നത്തെ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇഫ് യു കുഡ് പ്ലീസ് കം ഓവർ ആൻഡ് ഹാവ് എ ഫ്രണ്ട് സീറ്റ്. വളരെ 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 സന്തോഷമായിരിക്കും. ഇന്ന് നമുക്ക് അവാർഡ്സ് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും സ്പെഷ്യലി യു ക്യാൻ കം ഫോർവേഡ് ആൻഡ് ഹാവ് എ സീറ്റ് റൈറ്റ് ഹിയർ ഇൻ ദി ഫ്രണ്ട് റോ. വരാം പ്ലീസ്. റൈറ്റ്, പെർഫെക്റ്റ്. ഇനി നമ്മളോട് സംസാരിക്കാനായിട്ട് ഞാൻ ഒരു വിശിഷ്ട വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യാണ്.
ആൻഡ് നേരത്തെ അന്ന പറഞ്ഞ പോലെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്, നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ ഒരു സെറ്റ് എക്സാമ്പിൾ ആണ് ശ്രീമതി ഷീല കൊച്ചോസേബ് ചിറ്റിലപ്പള്ളി. We have a very powerful woman right out here. She is a housewife turned women entrepreneur, the managing director of V-Star, who can be easily termed as a role model for every female. Ma'am, we would love to listen to you. A very good evening. We all know about this magazine Samrambam. I think 3 weeks back they had another award function here. And the awardees were from different parts of the state, not only from Cochin but other parts also. And the businesses they were doing, it was all very different. I remember seeing one person who was a detective agency, running an agency. So like that, all different, I could meet different people doing very, very weird kind of businesses also. So now we are here, mainly women. So we have a program, awards, and we represent, some of us represent Women Entrepreneurs Network, which me and my friend Pushpi, we just started a WhatsApp group just to nurture and just to get together all the women entrepreneurs in Kochi. And now we have about 200 members. Can I have a clap? Yes, thanks. So, you know what? We just started, and within 3 months, we got 120. And this is the 3rd year, and now we have 200 solid, vibrant women, and many of them are here. Some of the awardees are also from WEN. Congratulations to all the award winners. You are the next generation award entrepreneurs, because of course, I am from the last generation, and I think I am the oldest in the group, and all very young and vibrant women we have. And this is your age now. Things are different, and now women are very, very becoming more talented, more talented, and they. Unlike before, in my childhood, I could never see a woman running a business, and I can't imagine a man marrying a woman in business those days. But things have changed, and men have changed, women have changed. So this is a new era where all of you can excel in your business. Also, you share your happiness and your knowledge with your friends who are in business, nurture them, help them, also help them to grow also. So when you grow, you grow hand in hand with your or your friends who are in business. That's very important. Also when you help them, they also help you. This is what happening in WEN. So those who wants to join WEN, you can get in contact with some of our members here. It is a self-help group, and you ask anything, you get there. Some people ask, I need a psychiatrist, I need an orthopedic surgeon, whatever you ask. Some people ask, oh, I need a maid, I have to go to work, I have 2 kids, I have no maid, please help me. So you'll get at least 4 or 5 solutions there. So that is how we work. We have started another 3 chapters, one in Kottayam, one in Thrissur, and one in Calicut. And Uttara is heading Calicut division, and she's adding many members there. Now, when I talk about Samrambam, this kind of business magazines are the need of the time, because all the other newspapers or media, they're all after politics and all negative things, which like it's like a poison. It's better not to watch TV sometimes. That is what I feel, because it's all negative news and nothing that helps us or nothing that
helps in the development of our state, of our country. So I think it's high time we all take interest in the progress of our state, and some people are coming with very different organizations that they are going to change the state or they change the corrective methods of the state and the governments. So I think we should do something, otherwise the next generation is not going to survive here. They cannot survive because nothing is coming up. All the water bodies are being polluted, no good roads, nothing is here. So it's a big time that we make a good change. I welcome all your suggestions, all your effort to make a real God's own country here, especially the media. Thank you so much. Thank you so much, ma'am. Pleasure having you here with us and pleasure listening to you as well. അപ്പോൾ MOD Signature Jewelry Gold and Diamonds presents എൻ്റെ സംരംഭം Shepreneurs Awards 2021 in association with By Hand Love Ethnic Live Ethnic. ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. Let's move ahead with the candle lighting ceremony. I request all the dignitaries to kindly proceed. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീ സംരംഭകർക്കും, സ്പെഷ്യലി സ്ത്രീ സംരംഭകർക്കും പരസ്പരം കൈകോർത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വെളിച്ചമായി വിളക്കായി മുന്നോട്ട് സധൈര്യം യാത്ര തുടങ്ങാൻ എന്നും എൻ്റെ സംരംഭം പോൽ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടെ let me tell you, we are through the official inaugural ceremony of Shepreneurs Awards 2021, an initiative of എൻ്റെ സംരംഭം. They are drunk with demonic delusions in a ocean of joy, in a ocean of joy. Prasannavadana, Saubhagyada, Bhagyada, Hastabhyam, Abhayaprada, Maniganai, Nanavidhai Bhushita, Prasannavadana, Saubhagyada, Bhagyada, Hastabhyam, Abhayaprada, Maniganai, Nanavidhai Bhushita. Yes, so we are done. You all can have a seat back on stage, please. Thank you so much. Adhyasha Prasangam, Presidential Address. To deliver the Presidential Address, I would love to invite again a very, very special person onto the podium. Srimati Rupa George, the Managing Director, Baby Marine Ventures, and Rupa Mamne Patti Parayanagil. Rupa George is a partner of the family-run Baby Marine International and the Asian Kitchen by Tokyo Bay in Kochi, Kerala. She's also a keen environmentalist, a teacher, a dancer, born and raised in a prominent business family in Shepreneur, Kerala. She believes that she has imbibed and learned from the strengths of women around her. I can't wait to listen to Rupa ma'am. Please. വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ആൻഡ് സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആൻഡ് റിയലി വെരി ഹാപ്പി ടു ബി ഹിയർ ടുഡേ. ആൻഡ് ഐ റിയലി കൺഗ്രാറ്റുലേറ്റ് അന്ന ഫോർ ദിസ് ഇനീഷ്യേറ്റീവ്. ശരിക്കും മാർച്ച് 8 ലോക അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ, ഈ മാസത്തിൽ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളെ, വനിതകളെ കണ്ടെത്തി അവരെ ആദരിക്കാനെടുത്ത ആ ഒരു ഇനീഷ്യേറ്റീവിനെ ഞാൻ ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. കാരണം അതൊരു നല്ലൊരു എഫേർട്ട് തന്നെ വേണം അനുയോജ്യമായിട്ടുള്ള വനിതകളെ
പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കണ്ടെത്തി അവരെ ആദരിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു വനിതാ ദിനം മാർച്ച് 8 മാത്രമായിട്ടല്ലാതെ തന്നെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കഴിവുകളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ മനസ്സിലാക്കി നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 8 വുമൻസ് ഡേ എന്ന് പറയുന്നത് ഈ ദോസ് വുമൻ ഹു ഹാവ് ദ കറേജ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ് അവരെ ആദരിക്കുക മാത്രമല്ല, ഓൾസോ ദ മെൻ ഹു ആർ സപ്പോർട്ടിങ് ദ വുമൻ. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഫാമിലി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫാദറും തീർച്ചയായിട്ടും എൻ്റെ മദറിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വനിതാ ദിനം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നോട്ട് ഓൺലി ടു ദ വുമൻ ബട്ട് ഓൾസോ ടു ദ മെൻ ഹു ആർ സപ്പോർട്ടിങ് ദ വുമൻ ടു പെർസ്യൂ ദ ഡ്രീംസ്. കാരണം അത് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ പോയാൽ മാത്രമേ, ആ ഒരു ടീം വർക്കിൽ പോയാൽ മാത്രമേ ഫാമിലിയും എല്ലാം നന്നായി വരത്തുള്ളൂ. അപ്പം വുമൻ തീർച്ചയായിട്ടും നല്ലൊരു ബാക്ക് ബോൺ തന്നെയാണ് ഫാമിലിയിൽ പ്ലേ ചെയ്യുന്നത്. മക്കളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം അപ്ബ്രിങ്ങിങ്ങിലാണെങ്കിലും എഡ്യൂക്കേഷനിലൊക്കെ ആണെങ്കിലും. അപ്പോൾ ഈ ഫാമിലിയുടെ ആ ഒരു ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹസ്ബൻഡും വൈഫും തീർച്ചയായിട്ടും മെയിൻ റോൾസ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കൊറോണ വന്നതിന് ശേഷം എത്രമാത്രം നമ്മുടെ ചിന്താഗതികളും ബിസിനസ് മോഡൽസും എല്ലാം മാറിക്കഴിഞ്ഞു. ഈ ഒരു വർഷം കൊണ്ട് തന്നെ വളരെയധികം മാറ്റങ്ങളാണ്. ഇപ്പം ഇങ്ങനെ ഒരു ഓഫ്ലൈൻ ആയിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് കാണാൻ പറ്റുന്നത് തന്നെ എന്തോരം സന്തോഷം തരുന്നതാണ്. ഒരുപാട് സൂമിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗ് സാധ്യമാവാൻ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ സക്സസിന്റെ ഡെഫിനിഷൻസ് വരെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം നമുക്ക് എത്രമാത്രം അക്കാഡമിക് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ബ്യൂട്ടിഫുള്ളോ അല്ലെങ്കിൽ എത്രമാത്രം ബാങ്ക് ബാലൻസ് അതിനേലും ഒക്കെ ക്രൈറ്റീരിയ വരുന്നത് only if you have the ability to change. ഇത്തവണത്തെ ഇന്റർനാഷണൽ വനിതാ ദിനത്തിന്റെ മോട്ടോ തന്നെ എനിക്ക് തോന്നുന്നു ആ തീം തന്നെ ചൂസ് ടു ചലഞ്ച് അല്ലേ. അപ്പം നമ്മൾ ആ ഒരു ചലഞ്ച് നമ്മൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാവണം. ആർ വി റെഡി ടു ചേഞ്ച് എന്നുള്ളതാണ്. അപ്പം ആ ഒരു നമുക്ക് ചേഞ്ചിന് തയ്യാറല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ പെട്ടെന്ന് എക്സ്റ്റിങ്ക്റ്റ് ആവുകയും നമ്മൾ ഓരോ നിമിഷവും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് സക്സസിന്റെ ഡെഫിനിഷൻ തന്നെ. കണ്ടിന്യൂസ് അപ്ഗ്രേഡ് ആൻഡ് ഓൾസോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റീഇൻവെന്റ് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ സക്സസ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഴയ ചിന്താഗതികളും പഴയ മോഡൽസും ട്രഡീഷണൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്ന ഒരവസ്ഥയാണ്. അത്രമാത്രം ചേഞ്ചസും ചലഞ്ചസുമാണ് ഓരോ നിമിഷവും വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു ടീം വർക്ക് വേണം. ഇവിടെ തന്നെ ഇതിൽ ക്യാമറയിലും ഒക്കെ വനിതകളെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനിയും വനിതകൾ ഈ മുഖ്യധാരയിലോട്ട് വരിക തന്നെ വേണം. അപ്പോൾ നമുക്ക് എല്ലാ ഒരു കാര്യത്തിലും എന്താണെങ്കിലും ഇപ്പോൾ ഹാർഡ് വർക്ക് ഇല്ലാതെ ഒന്നും ഈസി ആയിട്ട് നേടാൻ പറ്റത്തില്ല. ഇവിടെ എനിക്ക് ഷീലാൻഡി ആണെങ്കിൽ ഇവിടെയുള്ള മറ്റ് എല്ലാ വനിതകളും എനിക്ക് വളരെയധികം റോൾ മോഡൽസ് ആണ്. എനിക്കും വെന്നിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് ഗുണങ്ങളും ബെനിഫിറ്റ്സും ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ശരിക്കും നെറ്റ്വർക്ക് ചെയ്യാനും കണക്ട് ചെയ്യാനും ഒക്കെ പ്ലാറ്റ്ഫോംസും ആവശ്യമാണ്. അപ്പോൾ ഓരോന്നിനും സക്സസ്സിൽ നല്ലൊരു ടീം വർക്ക്, ഒരുപാട് പേരുടെ ഇൻപുട്സും സഹകരണവും, അതുപോലെ തന്നെ ഒരു ഷോർട്ട് കട്ടേ ഇല്ല എന്താണെങ്കിലും. അപ്പം നമ്മുടെ വി ഹാവ് ടു ഗീവ് അവർ ബെസ്റ്റ്. ഈച്ച് മോമെന്റ് നമ്മുടെ ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ സക്സസ് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല ആൻറ്റിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാക്സിമം വി ഹാവ് ടു ഗിവ്. ദ മോർ വി ഗിവ്, ആർ വി ഗിവേഴ്സ് ഓർ ആർ വി ടേക്കേഴ്സ് എന്നാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഗിവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി മാത്രമല്ല, നമ്മുടെ സമയം, നമ്മുടെ വിലപ്പെട്ട സമയം, അല്ലെങ്കിൽ നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ കോൺടാക്ട്സ്, ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് വരും. ഇപ്പം ആൻറ്റിയുടെയൊക്കെ ആ ഒരു ഇനീഷ്യേറ്റീവാണ് ഇപ്പോൾ ഇന്ന് ഇത്രയും വലിയൊരു വെൻ പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കൊച്ചി മാത്രമല്ല ഇപ്പം മറ്റു പല ജില്ലകളിലോട്ടും അത് തുടങ്ങാനും എന്തോരം വനിതകൾക്കാണ് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഉള്ള നമ്മുടെ തോട്ട്സ് അത് ആക്ഷനിൽ കൊണ്ടുവരിക. നമുക്ക് ഒരുപാട് പേരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്ക് ഇമ്പോസിബിൾ ആയിട്ട് ഒന്നുമില്ല. we have only one life and we have to give our best to others also. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരും. ആൻഡ് എ ബ്ലെസ്സിങ് ബിക്കംസ് എ ബ്ലെസ്സിങ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഓഫ് റെലവൻസ് ടു അതേഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു ബ്ലെസ്സിങ്, ഇപ്പോൾ ഐ ആം ബ്ലെസ്ഡ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മളുടെ ആ ഒരു ബ്ലെസ്സിങ് മറ്റുള്ളവർക്കും കൂടി അത് പ്രായോഗികമാക്കുമ്പോഴാണ് അതൊരു അനുഗ്രഹമാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നന്മ ചെയ്യാനും
മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തരുതും. ഓൾവേസ് നമുക്കൊരു ഓപ്പൺ ആൻഡ് ഫ്ലെക്സിബിൾ ആൻഡ് ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ എല്ലാ വിന്നേഴ്സിനെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റോറി ഉണ്ടാവും, സ്റ്റോറി ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് സ്ട്രഗിൾ, പല എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പം നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കാണുമ്പോഴൊക്കെ. അപ്പം എല്ലാ നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Golden words ആയിരുന്നു. Thank you so much for your time and effort, ma'am. Now, sorry, paper താഴെ പോയതാണ്. ഇതില്ലെങ്കിൽ എൻ്റെ ഒരു പരിപാടിയും നടക്കില്ല. Next up, we have a felicitation by Srimati Priya Fasal. I would love to introduce her once again to all of you. Deciding what industry to enter can be a crucial decision that decides the level of success an entrepreneur might enjoy. In the case Priya Fasal, their decision to enter the real estate market in 2004 was motivated by the booming growth of Kochi as an upcoming metropolis and the age-old desire of people from Kerala for owning houses. True that is. Thus, Dreamflower Housing Projects Private Limited started in 2004, providing affordable homes for the residents in Cochin. Priya has a destination of being one of the few women entrepreneurs in the building business in the city. Priya ma'am, please. Yeah. Thank you. Good evening, everyone. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട ഓൺട്രപ്രണേഴ്സിനും നമ്മുടെ ഇന്നത്തെ അവാർഡ് വിന്നേഴ്സിനും ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത എൻ്റെ സംരംഭം മാഗസിൻ പ്രവർത്തകർക്കും, പിന്നെ ഇതൊരു വല്ലാത്ത കളർഫുൾ വേദിയാണ്. ഞാൻ ഈ മാർച്ചിൽ ഇപ്പോൾ ഇത് മൂന്നാമത്തെ വേദിയാണ്. മൂന്നും വിമൻ ഓൺട്രപ്രണേഴ്സിൻ്റെ വേദിയായിരുന്നു. അപ്പം വളരെ ഭംഗിയുള്ളൊരു വേദിയാണ്. നമ്മൾ സാധാരണ കാണുമ്പോൾ ഒരു മിക്സ് ഓഫ് വേദിയാണ്, പക്ഷേ ദിസ് ഇസ് ടു കളർഫുൾ. ഐ ലൈക്ക് ടു സീ ദിസ് മോർ ഓഫൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, സംരംഭകത്വം തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട വർക്ക് വേണ്ടുന്നൊരു കാര്യമാണ്. സംരംഭകൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഹാർഡ് വർക്കും ദീർഘവീക്ഷണവും വേണ്ടുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു സ്ത്രീ സംരംഭകയാവുമ്പോൾ ഒരു സാധാരണ പുരുഷനേക്കാളും കുറച്ചുകൂടെ ഹാർഡ് വർക്കും കുറച്ചുകൂടെ സ്ട്രെങ്ത്തും വേണം. അപ്പം വളരെയധികം സ്ട്രോങ് ആയ ഒരു വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ ഈ പരിപാടി കാണാൻ വന്നിരിക്കുന്ന എല്ലാ വുമൺ ഓൺട്രപ്രണേഴ്സിനേക്കും എല്ലാവർക്കും ആശംസകൾ. അപ്പം ഈ ചടങ്ങ് ഒരു 1 hour പാനൽ ഡിസ്കഷൻ ഇത് കഴിഞ്ഞുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഒരുപാട് ആശംസ തന്ന് ഇതിന് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ആശംസകൾ. രംഗുവിനും അന്നയ്ക്കും പ്രത്യേകം കൺഗ്രാജുലേഷൻസ്. ബിക്കോസ് അവരെ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കറിയാം, അവരെ തുടങ്ങിയ കാലം മുതൽ എനിക്കറിയാം. ഇപ്പോൾ കേരളത്തിലെ ഒരു നമ്പർ 1 ഓൺട്രപ്രണർഷിപ്പ് മാഗസിനായി മാറിയിരിക്കുകയാണ്. അതുകൂടാതെ അവർ നടത്തുന്ന സ്പാർക്ക് സ്റ്റോറീസ്, അത് ഒരുപാട് സംരംഭകരുടെ അവരുടെ കഥകൾ നമുക്ക് കേൾക്കാനും നമ്മൾക്ക് അതൊരു പ്രചോദനമാകാനും മാതൃകയായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. സ്പാർക്ക് സ്റ്റോറിൽ നേരത്തെ അന്ന പറഞ്ഞ പോലെ എൻ്റെയും ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് പ്രോഗ്രാം. സോ എൻ്റെ സംരംഭം ആൻഡ് സ്പാർക്ക് സ്റ്റോറീസ് ആർ ശരിക്കും ഒരു റോൾ മോഡൽ പ്രോഗ്രാംസ് ആണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പിനുള്ള. അപ്പോൾ അത് അവരുടെ ഹാർഡ് വർക്കും ദീർഘവീക്ഷണവും ആ ഒരു ഇന്നോവേറ്റീവ് തിങ്കിങ്ങും കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ആദ്യമേ തന്നെ മാതൃകയാകാവുന്ന ഒരു ഓൺട്രപ്രണർഷിപ്പ്. എൻ്റെ സംരംഭം ശരിക്കും നല്ലൊരു റോൾ മോഡൽ ഓൺട്രപ്രണർഷിപ്പാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ, ഓരോ സംരംഭകനും സ്വന്തമായ ഒരു കഥയുണ്ട്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കഥ പറഞ്ഞു തുടങ്ങിയാൽ നമുക്കൊരു വർഷങ്ങളോളം പറയാനുള്ള കഥ ഈ ഹാളിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കഥ മാത്രമല്ല, എല്ലാവരുടെയും കഥകളും വളരെ യുണീക്കാണ്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു ഓൾ. താങ്ക്സ്. Thank you so much, ma'am. Panel discussion ഒരു ആമുഖം ma'am already നൽകി കഴിഞ്ഞു. So next up your way is നമ്മുടെ ഒരു പാനൽ ഡിസ്കഷൻ ആണ്. പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും സ്റ്റേജിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഷീല മാം, ശ്രീമതി എലിസബത്ത് ചാക്കോ, ആശ സെബാസ്റ്റ്യൻ മട്ടത്തിൽ, പ്രിയ ഫാസിൽ, ഉത്തര രാമകൃഷ്ണൻ, ബിനു ഫിലിപ്പോസ്, രൂപ ജോർജ്, ഗ്രീഷ്മ നടരാജ്, ദീപ വർഗീസ്. ഐ ഗെസ് all of you are right here on the stage. അപ്പോൾ ഇവരെ എല്ലാവരെയും ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ്, 2-3 പേരെ ഓൾറെഡി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതല്ലാത്തവരെ ഞാൻ ഒന്നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. They are people who doesn't require a special introduction, but still. Srimati Elizabeth Chacko, as one of contemporary beauty industry's leading luminaries, Dr. Elizabeth Chacko has balanced years of professional and proficiency with a selfless, almost
most relentless drive for effecting a change in the prevalent social scenario, especially in one that pertains to lower class girls and women. ഒന്നും കൂടി പാനൽ ഡിസ്കഷൻ മാമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Applause, please. Srimati Asha Sebastian Mattathil. Asha, who had professional training with the Gemological Institute of America, has experience of 25 years in jewelry designing. She is now one of the most sought after designers in Kerala, with her works being portrayed with pride by the big names of fashion influencers from Kerala and outside. Her designs, sold under her brand MOD Signature Jewelry based in Kochi, adorn the beauties of celebrities, including the star children. നമ്മുടെ ഇന്നത്തെ ഒരു കീ സ്പോൺസർ കൂടിയാണ് മാം. മാമിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. Mrs. Binu Philippos. Sevana Medineeds Private Limited is a well-known organization in the industry, highly efficient and manufacturing, supplying, exporting and importing an extensive range of medical products. These products are highly known for their high finish, rugged construction, longer working life and high strength. And Iron Lady is working back for all these goals, Mrs. Binu Philippos. She's right here with us. Uttara Ramakrishnan. Uttara is an investment consultant with 23 years of experience in stock broking business, ranked among all India top 25 in Motilal Oswal for the last 14 years. She is the only woman in the top 25 group. Welcome, ma'am. And Srimati Grishma Nataraj. She is a counseling psychologist and a motivational speaker, and she is the founder of Grishma Nataraj Counseling Cafe, GNCC, and Vice President, Women Empowerment All India Council of Human Rights, Liberties and Social Justice, and All India Anti-Corruption Council. Welcome, ma'am. So I guess I've introduced all the prominent ladies right here on the stage. In a panel discussion, we do need a moderator as well. And she's a gem of a lady. She's one vibrant lady, I must tell you. BNI Senior Director Consultant, ma'am, and UPM Advertising Company owner കൂടിയാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നതിലും എങ്ങനെയാണ് ആ മോഡറേഷൻ മാം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കാണലാണ്. സോ മാം, ഓവർ ടു യു. Good evening, ladies and gentlemen in the room. This is going to be a panel discussion with a slight difference because there are all these illustrious women on the stage, but we need to get every one of them to talk, right? So we're going to ask each one a question and we look forward to the answer. However, the audience is also invited to please raise your hand anytime you would like to ask a question. Does that make sense? Yes? Thank you. So my name is Mary George. I own and run UPM Advertising. They always say BNI before they say my own business. So BNI is only 8 years. I'm an 8-year-old BNI member. I'm a 1-year-old WEN member. But I'm the proud owner of a branding and advertising agency called UPM Advertising. So 13 years as an entrepreneur, and that too a female entrepreneur. I think I totally get what everybody's trying to say. This is not an easy field. This is not an easy task that all of us have undertaken, to be entrepreneurs, to own businesses and to grow businesses. Because that, especially in the male-dominated world of business, is something that we are doing afresh. We're not treading a trodden path, we are creating our own paths. And that's why my first question goes to Shilanti. The question is very simple. Today, about 4 people have mentioned your name, and all 4 people called you role model. So, can I ask you, do you see yourself as a role model? And if so, why? Is it on? Yes, it is. Yeah. I don't know. I don't think I'm a role model because I have lots of weaknesses. And I'm not a perfect person at all. All right. So then that brings me to the next question. Yes. Does a role model have to be perfect?
Yeah, because for people to follow you, you have to have some, good qualities and lots of plus points. I think we need to do a self-awareness class here. Shilanti, if people are following you or idolizing you, there must be something good, no, that they're seeing? Yeah, there are something good in me, but not everything is good. Don't follow me everywhere. Yes, we won't follow you to the washroom, but definitely we'd like to follow you everywhere else. Because ഞാൻ ബേസിക്കലി അങ്ങനെ അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത ആളാണ്. എൻ്റെ വീടൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. That sounds like my kind of woman. No അടുക്കും ചിട്ട. അപ്പൊ അതെനിക്ക് വലിയൊരു തലവേദന, എൻ്റെ ഭർത്താവിനും വലിയൊരു തലവേദനയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ. പിന്നെ ബിസിനസ്സിൽ എങ്ങനെയൊക്കെയോ വന്നു, എങ്ങനെയൊക്കെയോ വിജയിച്ചു, ഇങ്ങനെ പോകുന്നു എന്ന് മാത്രം. ഞാനൊരു വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആവണമെന്നൊന്നും വിചാരിച്ചിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുള്ള ആളൊന്നുമല്ല. എനിക്ക് തയ്ക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു ഹോബിയായിട്ട് അങ്ങനെ തുടങ്ങിയെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം വെൻ തുടങ്ങി അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ അനുകരിച്ചോളൂ, നല്ല കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, ഇന്നവെയർ തുടങ്ങി. അത് സ്ത്രീകൾക്കൊക്കെ അത് വലിയൊരു സന്തോഷമായി. നല്ല ഇന്നവെയർസ് കിട്ടുന്നു, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നോട്ട് എവറിത്തിങ്. Not everything. All right, Shilanti, thank you so much. But the point of the matter here is, I think ഒരു പുതിയ entrepreneur, ഒരു lady who's even daring to dream. It all starts with a dream, no? So അവർ നോക്കുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ലേഡി ഇത് ഇരിക്കുന്നു, വളരെ happy in your own shoes, comfortable in your own shoes, not trying to be somebody she's not. അല്ലേ? അല്ലെങ്കിൽ നമുക്ക് കാണാമല്ലോ, ഈ ചിലവര് എയർപോർട്ട് വരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ആക്സിഡന്റ് ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെയല്ല, യു ആർ എ സിമ്പിൾ ലേഡി, വെരി ഡൗൺ ടു എർത്ത്. അറ്റ് ദ സെയിം ടൈം you stand for so much from a business perspective. So angane oru situation la, definitely what would you say is the one characteristic of yours that people must follow? I think one thing I have is that I'm truly me. I don't imitate others. I don't try to be other people. I don't dream to be somebody else. No, it is me. Whatever weaknesses I have, it is with me. Whatever qualities I have it. That's it. I think we should be ourselves. ഇത് ഈ ബൊട്ടീക്കിലൊക്കെ പറയില്ലേ, സിംഗിൾ പീസ് ഓൺലി എന്ന് പറഞ്ഞിട്ടില്ലേ? So that's right. So thank you so much. I think we need to give a round of applause. And the one takeaway, I think, from that is to believe and understand and recognize that the more authentic we are and the more genuine we are, that's when we become the role models that others want to aspire to. So a big round of applause to Sheila Kochase. The next lady is a lady very close to my heart, Elizabeth Chako, ma'am. Ma'am, you should know my grandmom, my mom, and I have been customers at your parlor. Kalpana, I didn't know that your name was really Elizabeth Chako until I Googled and I came up with the name and I realized that this is the founder of Kalpana. But she's the founder of much more than Kalpana. For all those of you who were in Cochin at that time, you will know that this was the only respectable beauty parlor that people used to go to. And today, if you talk to any of the other established beauticians in Cochin, they have all come from Kalpana. Am I right, ma'am? Absolutely. And so therefore, this was an industry 35 years ago is what we're talking about. An industry of beauty. An industry that had to do with makeup and accessories. It had to do with women pampering themselves. It was not an age when that was looked upon favorably. Today, what do we say? Oof, I'm going to treat myself right. I'm going to pamper myself. I'm going to the parlor. Yes or no, ladies? Come on, I need a louder yes. Absolutely. You want to chill? Just go put your feet up and somebody will massage it for you. But 35 years ago, it was not like that. And ma'am made a difference. She brought in her fearlessness into this whole thing. And so the question that I'm going to ask you is, you professionalized the beauty industry in Kerala.
every known and unknown name in the beauty industry has crossed your threshold. Was it difficult at that time? And if so, what would you consider the most difficult hurdle in that entire endeavor of yours? As I see, I don't think it's on. okay. As I see it, see, it's not 35, it's 40 years since I'm in this business. And I came to Cochin in 1979. And actually, I'm born and brought up in Delhi. All my life in Delhi, and after getting married, I started my first parlor in Delhi. And I studied my beauty course in Delhi under a very famous person, Emma Chatterjee's wife. And that is the one and only place where they teach beauty there. Then I went to USA, got trained in cosmetology and all that. Then I came to Delhi and I started the first beauty parlor there. But Delhi had a lot of beauty parlors. So mine was not a special beauty parlor, but there were a lot of beauty parlors. But I started the parlor in Connaught Circus Center of Delhi with Emma Chatterjee's daughter, and it was very nice parlor, and we had a nice time. But, we meet everybody in Delhi. See, Delhi is such a big place that if somebody comes to your parlor, you don't know who's who, because everybody's in business, everybody's in like that. But if it's in Cochin, you'll know who's who, because there are, everybody's got a special section of their business, their thing. So we know who's come to the parlor. So, but then from Delhi, I came to Chennai. Now, Chennai is a big place. Now, there are millions of parlors there. You will not believe, I tell you, when I came to Chennai, there was a small Chinese parlor, and mine was the only parlor, which I started for gents and ladies in Chennai, unisex at that time. That is in the year 1977. That's incredible. A unisex parlor in 78. 1977. It was in Sudarshan National Hotel, which used to belong to K.R. Vijaya at that time. Now it's called Ambassador Pallava. It's still on, but I sold it to a different French lady, and then changed hands. But when I was there, Kalpana was the only parlor, and all the film industry used to come to us. Those old film industry people like Vijaya, Lakshmi, Manjula, all those, Rajinikanth, all those people. Rajinikanth is my customer in my Mysore parlor even today. He needs help. But now he can make himself look very nice. The problem is, see, after I came to Chennai, was there for 2.5 years. Then I came to Cochin. When I said Cochin, see, I've been all my life in Delhi. When I came to Cochin, people said, see, my father was one who was constructing the shipyard. He was one who made the shipyard. So that we came to Cochin, settled down. And everybody said, no, you can't open a parlor in Cochin. People will not know what's a parlor in Cochin. But my background, my upbringing, and I said, this is the only profession that I can do, and I can't sit idle for anything. Let me have a try. So, from Delhi I came to Cochin. You can imagine how backward was Cochin. First thing that really shocked me was, I thought I come back 100 years behind in the history of life. And everybody was so different, with so many chatte mundum, so many very orthodox, people who don't like to change their lifestyle. It was like that. But there were a lot of kids who were studying in Uti. They were I could say they were a little bit modern. There were daughter-in-laws who were modern. Those are the people whom I could interact with. And so my parlor was quickly built, and I was a very close friend of Sri Vidya, and she came to Cochin. She inaugurated the parlor. But thing is, I didn't dare everything, but then I felt in my mind, okay, let it be small, I'll develop it slowly. But then when I came here and I started, the first day, when I invited people, generally into all the clubs, invited everybody, my place was full of people. Amachis, daughter-in-laws, kids, everybody. Because they were so curious. One thing about Malayalis is, they're very curious. They want to know what's happening, So they were so curious to see who is this girl from Delhi who's come. And, English-speaking girl. Yeah, English-speaking girl. And also, I used to wear even, you won't believe, short skirts and this and that. Now I can't.
all that. So they want to see what tamasha is going on, you know. So they all came for the show, for the opening. I gave a talk and we had a tea time. I first time interacted with all these people. And, okay, the first day itself, they tried some people, youngsters all tried all things in the parlor. Then next day onwards, I had bookings. And you won't believe there were no beauticians in Kerala. And I was the only one who knew anything about beauty. But I took a lot of poor girls, even from the Fisher Folk and all these places. I took some poor girls to work with me. And they came, and they only bring you water in the plate water. They'll bring this thing or clean this thing. But the major work I had to do. For almost about a few years, I had to do all the haircuts, and the facials, and the everything, including pedicure as you do. You won't believe. My photos are there. You know, doing everything I did. I had no problem in doing everything because this is my trade and I had to do this to people. By and by, actually, initially what people thought was, going to beauty parlor is making yourself all lipstick and makeup and then come out like a, you know, some made up person. That's the impression they had. But then they realized that what I was doing was all treatments like, there were so many women used to come and say, my daughter is not married because, you know, her face is full of hair and Chirkamandakanda, you know, they won't marry. So I had done electrolysis. So all these people I did electrolysis, and so many of them got married. And so many mothers came and even touched my feet, says, ma'am, the first boy who came and saw her light. Moral of the story, shave every morning before getting out. So this is what that made me so happy. It's like I've done some positive things in Kerala. Then pimple treatment, falling hair treatment. Then, you know, see, people had they had no sense of dressing up, you know. See, I feel that every woman, even a low caste, whatever you say is ugly woman, everybody, you can make them look nice. Provided they know how to carry themselves, they have a little bit of knowledge of, you know, what to wear, what suits them. If something what suits some other person, if you copy it, may not suit you. So you have to, you know, some general knowledge being to people who come to those days, I used to talk a lot to customers and a lot of people were there. And this girls used to come for facials, daughter-in-laws, so they used to come to think, then they'll say, Ammachi is not allowing us to come. They'll say, you know. I said, bring your Ammachi also here. So you won't believe, this Ammachis used to come. All of them, most men they used to come. I will say, the daughter say, Ammachi, do a facial. Oh, no, they will do facial. Then they lie on the bed and they get all the massage. They'll say, no. Then by and by, you know, they changed. Then we used to make them do pedicure. Then when the whole thing is done, you know. So like that, no, it took a lot of effort from our side to make them know that manicure is very important, pedicure is important, cutting the hair and shape is important, dressing properly is important, all these things were there. So my parlor grew. And these girls were with me and they got trained. But then we had customers from whole of Kerala. They used to come with that Wayanad Express in the morning, go back in the evening. So the ladies were from Trivandrum, Pathanamthitta, Tiruvalla, all the people used to come in the morning. They go back in the evening. Now they'll be starving. So I had to start a restaurant-like thing next to my parlor for their food. Even that we had, you know. We had a person to cook and, you know, it was like that. It's like a homely parlor. So after that, I got some girls, some Chinese girls I got from Calcutta because I couldn't cope up with it. And about 7 or 8 girls together they came. Then Kalpana was perfect. Then I could do anything and I could get everything done. And I started the first florist. That is, those days we had a place called Pukarabuk where we used to get only jasmine and jamandi. Now what do they do with for the weddings, you know? You couldn't do anything. So I used to get my flowers by flight from Bangalore. Started with that. Then regular flowers. Opened the florist. So I said to everybody, say it with flowers. So for the birthdays, for this thing, everything, we were supplying flowers. But mainly for the weddings, you know. See, now you have event management people, okay? Now that time, I was only event management because now it's all very popularized. Those days, we had to make the bouquets, I had to make the garlands, we had to do the church decoration, hall decoration, car decoration. All this was done
Mostly I would say by me and a few staff of mine, by servants, everybody joined. Whole night we'll be working. Morning we'll have 12 to 15 weddings, and I don't know how we did it. It was such a magic that all the girls were so dedicated, so did. And we really took our name for that. Fantastic. And hard work. Yeah, so ladies, I think to understand what today we consider a sparse on our parlor culture is something that Auntie built with her own 2 hands and created a culture where women understood that self-love, self-care is a great way to actually boost your own self-esteem. So thank you so much for that. Let's give it up for Mrs. Elizabeth Chapo, Dr. Elizabeth Chapo. Thank you so much. Thank you. Okay, so on that note, and isn't it wonderful how an entrepreneur, being a businesswoman, you always fulfill a need. So from just doing a beautician's job to opening a restaurant to doing flower decoration for cars and churches, I think, the entire gamut of opportunity is what Dr. Elizabeth has actually explored. And that's what each one of us are called to do. Fill a need where a need arises. We're moving on now to the lady of the evening, I should say, Mrs. Asha Sebastian Matathil. MOD is a household name today. It's a name that you see with pride on the backdrop as well. There's a quotation that I'm going to quote for you, and it says, "Every woman is beautiful. It just takes the right man to say so." Would you subscribe to that theory? Like, just repeat the question once more. It's a quote. It's a quote, and it's not my original quote. It says, "Every woman is beautiful. It just takes the right man to say so." Yeah. Only if the right man is there, you can, ഞാൻ എൻ്റെ ലൈഫ് പറയുവാണെങ്കിൽ, ഗുഡ് ഈവനിങ് എവ്രി വൺ. അതായത് ഞാൻ ഐ എം ഡീലിംഗ് വിത്ത് മോസ്റ്റ് പ്രീമിയം ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് ദറ്റ്സ് ഇൻ ദ വേൾഡ്. അപ്പം ഈ ഒരു ഇത് തിരഞ്ഞെടുക്കാനായിട്ട് ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട് ടു ബ്രിങ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻ മൈ ഓൺ ലൈനിലെ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നാലേ I'll be able to be recognized. അങ്ങനത്തെ മനസ്സിലാക്കിയിരുന്നു ഞാൻ. പക്ഷേ I was very confident in my the ability to design things, because എനിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എത്ര ഡിസൈൻസ് വേണമെങ്കിലും ഉണ്ടാക്കാം. And I was confident about it. പക്ഷേ what I have to tell all the ladies here, അതായത് നമുക്ക് പേഷ്യൻസ് വേണം. Because I got married to a place in Pala. അപ്പം എൻ്റെ ഹസ്ബൻഡ്, like I can't tell, he was very supportive in the initial stages. But it was my prayers. Pinne I'm like ഞാൻ ക്രിസ്ത്യൻ ആണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ I believed in 2 strong pillars in my life. അതൊന്ന് പരിശുദ്ധ കുർബാനയും എപ്പോഴും കൊന്തേ. ഇത് രണ്ടിലും ഞാൻ വിശ്വസിച്ചു. Because my husband was based in Pala. He was not at all interested in, he had his own business. Appam anganeonnum he wasn't supportive. So, but I namakku idoru argument aakamayirunnu ennu. I waited. Because what the whole point was to ask you whether the decision maker, see, because yours is a high value product. Yes. So is your decision maker the woman who's going to wear it, or is it the man who's going to pay for it? Man, it's a point like I would like to tell is, when we make the lady beautiful with your product, man adil angane angotte veenu povunnayittana I have seen. When he comes with this lady, a lady കുറച്ചുകൂടെ ബെറ്റർ ഇതിൽ കാണുമ്പോഴത്തേനും പിന്നെ they are not much, and you have to be ethical also in what you are doing. Business is always risky. So ഞാനിങ്ങനെ എൻ്റെ ഒരു ജസ്റ്റ് ഒരു മൈൻഡിൽ ഇതായിരുന്നു, എങ്ങനെ കുറച്ചും കൂടെ ഒരു എൻഹാൻസ് ചെയ്യാം ദ ബ്യൂട്ടി. നോട്ട് സംടൈംസ് ഐ ഹവ് സീൻ ദറ്റ് the brides ഒക്കെ ആഫ്റ്റർ ഡ്രസ്സിങ് അപ്പ് when they wear jewelry, it diminishes their beauty. So ചിലപ്പം ജ്വല്ലറി ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും അവരെ കാണാൻ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ ഐ വോണ്ട് ടു മേക്ക് ദം എൻഹാൻസ്, ആ ഒരു കുറച്ചും കൂടി ഒരു ഷെയ്ല് വരണം എന്ന് തോന്നി. സോ ആ ഒരു പ്രോഡക്റ്റിൽ ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ടാണ് ഞാൻ ഡിസൈനിങ് തുടങ്ങിയത്.
അപ്പം അത് മെന്നെ വരുമ്പോൾ അവർ ഇത് മതി ഇത് മതി അങ്ങനെ അത്. So they don't mind spending money. No. പിന്നെ കുറെ ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർ പറയും നിങ്ങൾ പോയി അവിടെ പോയിട്ട് എടുക്കണം, എൻ്റെ ഫ്രണ്ടിൻ്റെ ഇത് കണ്ടിരുന്നു അപ്പം നിങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അവർ തന്നെ വരുന്നുണ്ട്. അപ്പം പിന്നെ എൻ്റെ സപ്പോർട്ട് സിസ്റ്റം ഇപ്പം എൻ്റെ ഹസ്ബൻഡ് മോനും തന്നെയാണ്. പക്ഷെ ഞാൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ബിക്കോസ് ഈ വാസൻറ്റ് മച്ച് ഇൻട്രസ്റ്റഡ്. പക്ഷെ ഞാനത് സ്റ്റോപ്പ് ചെയ്തില്ല. ഞാനിങ്ങനെ ചെയ്ത് ചെറുതായിട്ട് എൻ്റെ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്താലായിരിക്കും ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി. സോ ഫസ്റ്റ് ഐ തോട്ട് ഐ വിൽ ഡു സം സ്റ്റാർ കിഡ്സിൻ്റെ ഒക്കെ ജ്വല്ലറി അങ്ങോട്ട് ചെയ്യാം. അപ്പം പാലായിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടായിരുന്നു. സോ ബട്ട് ഐ ഡിഡ് ഇറ്റ്. അതോടെ പീപ്പിൾ കെയിം ടു റെക്കഗ്നൈസ് മീ. അത് കഴിഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡ് വേണ്ട എന്തിനാ ഇത് ഇങ്ങനെ പറഞ്ഞു. എഗെയിൻ ആൻഡ് എഗെയിൻ ഐ വെയിറ്റഡ്. അപ്പം എൻ്റെ മോൻ വലുതായി വന്നു കഴിഞ്ഞപ്പോഴാണ് ഹീ തോട്ട് ഓഫ് അമ്മയുടെ ബിസിനസ് ഒന്നും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ ഡിസൈൻഡ് ബൈ ആഷ സെബാസ്റ്റ്യൻ മറ്റത്തിൽ നിന്നുള്ളൊരു ഇതിലായിരുന്നു. ബട്ട് വി ഹാഡ് എ മറ്റത്തിൽ ജുവലേഴ്സ് 100 years ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെയും എൻ്റെ പേര് വെച്ച് അവനിങ്ങനെ, സോ ഐ ചേഞ്ച് ദ ബ്രാൻഡ് നെയിം ടു MOD സിഗ്നേച്ചർ ജ്വല്ലറി. അത് കഴിഞ്ഞ് പിന്നെ അവന് ജോലി കുറേ ട്രൈ ചെയ്തിട്ട് കിട്ടാഞ്ഞപ്പം ഐ ഫോഴ്സ്ഡ് ലൈക്ക് ഡു ദിസ്. സോ ഹി സ്റ്റാർട്ടഡ്. സോ പിന്നെ അതങ്ങനെ അങ്ങ് പോയി. സോ ഐ തിങ്ക് വി ഷുഡ് ഹാവ് പേഷ്യൻസ്. പക്ഷെ അത്രയും കാലം കൊണ്ട് ഞാൻ നേടാവുന്നത് ഷോർട്ട് സ്പാൻ കൊണ്ട് എനിക്ക് കിട്ടി. So what does MOD stand for? Matathil Ausep Devseya. He was the pepper king of Kerala. He is my husband's grandfather. Gosh, I thought it stood for something completely modern and that's a fantastic dedication. Matathil Ausep Devseya, MOD. Okay. He was the spice king of Kerala. Okay. All right. So what would you say to women who didn't have that much patience? Now you had 2 pillars. And the way I am hearing your story, your husband didn't support you, your son didn't support you, and yet you had a fire inside you. Yeah. I first of all believed in me. അതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബിലീഫാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് ഇവിടെ പറയാവോ എന്ന് എനിക്കറിയത്തില്ല. ഇൻ ദ ബൈബിൾ ഐ ഫൗണ്ട് ലൈക്ക് ഒരു ഡിസൈനർ എങ്ങനെയാണ് ആവേണ്ടത്, അത് ഐ ഫൗണ്ട് ഇൻ ദ ബൈബിൾ. സോ അത് വെച്ച് ഐ വാസ് ക്ലീമിങ്. അതാണ് ഇന്ന് എനിക്ക് നടന്നു. Okay, great. So I think, ladies, the point of the matter here is you're never alone. If you want to seek inspiration and you don't find it in your family, you will find it in a holy book. You can find it in a quotation on a hoarding. You can find it in a television program. But you need to look for your inspiration. You need to look for your strength. You need to look for your support, and you need to hold on to it. Would you agree? Thank you so much. Yours is indeed an inspirational story. Thank you. Well, I'm very biased about this particular lady. She knows it. Everybody knows Priya Fazil, and everybody knows what Dream Flower Project stands for. Dream Flower is 13 years old, 16 years old, and 61 projects. Yeah, so Dream Flower is 16 years old and 61 projects old. Yeah, and so what's Dream Flower known for? Can anyone tell me? One person? What's it known for? What's it famous for? Delivery on time, every time. Did you know that? Yes. So for all the 50 odd projects that they have delivered on time, every time. And how do they do that? Because they've got a lady called Priya Fazil who runs the company. How does she run the company? She runs the company from an AC office? No. She's on the site. And Priya, from day one, from the first project that she launched, has been on the site supervising the workers. So whether it's the engineers, whether it's the excavators, I don't even know what all goes into her business. But she's the one who's been on the site in the sun. So would you agree with me if I say that Priya broke all the stereotypes? Yes? She created her own type. She created her own signature, like Sheila Auntie told us. Be authentic, be yourself.
So what is your advice to women who want to fly free? Because there must be so many women among us who want to break free, who want to break through all these, barriers or all these stereotypes that are holding us back from actually exploring our full potential. What would your advice be to such women? Once again, good evening, everyone. What is my advice to women who want to fly high? Yeah. Hard work is the best option, because without hard work you cannot go anywhere. Hard work മാത്രമാണ് ശരിക്കും പറഞ്ഞ സക്സസിന്റെ ഏറ്റവും വലിയ മന്ത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ നെവർ സ്റ്റോപ്പ് ഹാർഡ് വർക്കിംഗ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു ലെവൽ വരെ വർക്ക് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുന്നു. ഇല്ല, നമ്മൾ ഗ്രോ ചെയ്യുന്നതോറും നമ്മുടെ വർക്കിന്റെ ലെവൽ കൂടുകയാണ്. ഓരോ ദിവസവും നമ്മളൊരു വർക്ക് ചെയ്ത് നമ്മളൊരു പ്രോജക്റ്റ്, ഇപ്പം ഞാൻ 16 years ആയി, ഇപ്പം 16 years ആയി, ഇനി എനിക്ക് എൻ്റെ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആയി, ഇനി എനിക്ക് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ തീർന്നു. നമ്മളൊരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫ്യൂൽ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെയാണത്. പിന്നെ അപ്പം തന്നെ താഴോട്ട് പോകും. വീഴ്ച അതിലും ഭയങ്കരമായിരിക്കും. നമ്മൾ ചെറിയ ബിസിനസ് തുടങ്ങി, ആദ്യം എൻ്റെ ചെറിയൊരു പ്രോജക്റ്റ് തുടങ്ങിയാൽ നഷ്ടം അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എത്ര ഗ്രോ ചെയ്യുന്നോ, നമ്മൾ വർക്ക് 24 hours മുകളിൽ കിട്ടിയാൽ അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യാമെന്ന്. പിന്നെ പ്രധാനമായിട്ടും ടൈം മാനേജ്മെന്റ്. ടൈം ആസ് എ വുമൺ ആണ് ഞാനിപ്പോൾ പറയുന്നത്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എ മാൻ അവർക്ക് വേണമെങ്കിൽ 24 hours ദേ ക്യാൻ ഡെഡിക്കേറ്റ് their life to the work. ആരും കംപ്ലൈൻറ്റ് ചെയ്യില്ല, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾ ചിലപ്പം ഇന്ദിരാനുവിയുടെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. നമ്മൾ വിമൻ എത്ര വലുതാവുന്നോ, വീട്ടിലിരിക്കുന്നവർ നിങ്ങൾ എത്ര സക്സസ്ഫുൾ ആയാലും നീ അത്ര നല്ല വീട്ടമ്മ അല്ലെന്ന് പറയാനായിരിക്കും അവരെല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം അപ്പം നമ്മളുടെ ടൈം ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ടൈം ബാലൻസ് ചെയ്തില്ല, നമ്മുടെ ഫാമിലി അതിനനുസരിച്ച് വിതറവേവ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊന്നും പിന്നെ ഒരു ഗുണമില്ലാണ്ടാവും. അപ്പം നമ്മൾ നന്നായിട്ട് ടൈം പ്ലാൻ ചെയ്യണം. ഞാൻ വർക്ക് എത്ര ഡെഡിക്കേറ്റ് ചെയ്യുന്നോ അത്രയും തന്നെ ഞാൻ എൻ്റെ ഫാമിലി ടൈമും അത് വളരെയധികം നല്ലൊരു പ്ലാനിങ്ങിലൂടെ മാത്രം നന്നായിട്ട് പ്ലാൻ ചെയ്യും. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറീസോ ഫേസ്ബുക്ക് കാണുന്നുണ്ടാവും. ഞാൻ നല്ല ട്രാവലറാണ്, ഒരുപാട് ഞാൻ ഫുഡ് ഉണ്ടാക്കാറുമുണ്ട്, എൻ്റെ പിള്ളേരുമായിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യും. അതെല്ലാം ഞാൻ ഇൻസ്റ്റയിൽ ഇടാറുണ്ട്, ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. കാരണം മറ്റുള്ളവർ കണ്ടോട്ടെ എന്ന് കരുതി തന്നെയാണ്. കാരണം ഞാൻ ജസ്റ്റ് കാശ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ മാത്രമല്ല. മൈ ഹസ്ബൻഡ് പുട്ട്സ് ഇറ്റ്, ബട്ട് ഐ അലൗ ഹിം ടു പുട്ട് ഇറ്റ് ഓൺ. ഐ ആം ദേർ ഓൺ ദാറ്റ്. അപ്പം ഞങ്ങൾ മാക്സിമം ട്രാവൽ ചെയ്യുന്നു. മാക്സിമം ഏത് സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം കാശുണ്ടാക്കുന്ന ഒരു മെഷീൻ മാത്രമല്ല നമ്മളാവേണ്ടത്. വീട്ടുകാർക്ക് കാശുണ്ടാക്കുന്ന ഒരു മെഷീൻ മാത്രമായിട്ട് നമ്മൾ മാറരുത്. നമ്മൾ ആ വീട്ടിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളില്ലാതെ ആ വീട്ടിലൊന്നും നടക്കരുത്. ആ രീതിയിൽ തന്നെ നമ്മളെല്ലാം പ്ലാൻ ചെയ്യണം. അല്ലാതെ ഞാൻ പണിയെടുത്ത് കൊണ്ടിരുന്നു, ഹസ്ബൻഡും പിള്ളേരും വേറെ രീതിയിൽ എൻജോയ് ചെയ്ത് പോകുന്നു, അതൊന്നുമല്ല. നമ്മൾ തന്നെ ആയിരിക്കണം അവിടുത്തെ പിവോട്ട് ഫാക്ടർ. അതിന് നമ്മൾ നല്ല ഒരു മാൻ ചെയ്യുന്നതുപരി ഒരു വുമണിന് അത് നല്ലോണം പ്ലാൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ടൈം നമ്മൾ പ്ലാൻ ചെയ്യണം. എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാറുണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് എല്ലാ ദിവസവും വിളിച്ച് ഗോസിപ്പ് പറയാറില്ല. കാരണം അത് അവർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് അപ്പോൾ ചെയ്തു കൊടുക്കും. പക്ഷെ നമുക്ക് അറിയണം, കാരണം മണിക്കൂറോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല ചിലപ്പോൾ നമ്മുടെ ആവശ്യം. നമ്മൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ നീഡിയായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം 2 മണിക്കൂർ അവിടെ സംസാരിക്കുമ്പം വേറെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ ഫാമിലിയോട് സംസാരിക്കാനുള്ള സമയമായിരിക്കും പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ സിനിമ കാണുന്നതിനാണെങ്കിലും കുക്ക് ചെയ്യുന്നതിനാണെങ്കിലും ഗാർഡനിങ്ങിനാണെങ്കിലും സുംബയ്ക്ക് പോകാനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ബിസിനസ്സിനെ ലവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുറേ കഴിഞ്ഞ് ബിസിനസ് ചെയ്ത് കുറേ കാശുണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എല്ലാവർക്കും വേണ്ടി പണിയെടുത്ത് തീർത്തു, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നും. അപ്പം നമ്മൾ ആദ്യം ലവ് യുവർ സെൽഫ്, നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും സ്നേഹിക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ ത്യാഗങ്ങളൊക്കെ എല്ലാവരും കണ്ട് നമ്മളെ സ്നേഹിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മൾ തന്നെ സ്നേഹിക്കണം. നമ്മൾ വിചാരിക്കും മക്കൾക്ക് വേണ്ടി നമ്മൾ ആ കാര്യം മാറ്റി വയ്ക്കാം, ഈ കാര്യം മക്കൾ കിട്ടുമ്പോൾ എല്ലാം അംഗീകരിച്ച് കൊണ്ടുപോകുമെങ്കിലും നമുക്ക് കിട്ടേണ്ട കംഫർട്ട്സ് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തില്ലെങ്കിൽ അത് പിന്നീട് ആരും കൊണ്ട് തരില്ല. അത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ നമ്മളുടെ നല്ല സമയം വേണ്ടെന്ന് വെക്കുകയാണ്, കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു എന്നൊക്കെ വിചാരിക്കുന്നത് ആരും മനസ്സിലാക്കുകയൊന്നുമില്ല. അപ്പം ലവ് യുവർ സെൽഫ്, ഫൈൻഡ് ടൈം ഫോർ യുവർ സെൽഫ്, യുവർ കംഫർട്ട്സ്, യുവർ ഹാപ്പിനെസ്, സ്റ്റൈലിംഗ്, എല്ലാത്തിനും സമയം കണ്ടെത്തണം. ബട്ട് മേക്ക് ടൈം ഫോർ ഹാർഡ് വർക്ക് ഓൾസോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാൻ ടൈമില്ല, അതുകൊണ്ട് മാനേജേഴ്സ് നോക്കുമെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. മാനേജേഴ്സ് നമുക്ക് വേണ്ടി നോക്കില്ല, അവരും അവരുടെ കുടുംബത്തിന് വേണ്ടി നോക്കുകയുള്ളൂ. കാരണം അവർ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വശത്തോടെ നമ്മുടെ പൈസ അതിലും ചോർന്നു പോകും. അതുകൊണ്ട് നമ്മളൊരു സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ലെഥാർജിക് ആവാം, ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. എത്ര സക്സസ്ഫുൾ ആണെങ്കിലും നെവർ സ്റ്റോപ്പ് ഹാർഡ് വർക്കിംഗ്. Fantastic. As usual, Priya, inspirational
And yes, a new pearl, even for me, hard work, definitely. I think all of us as women entrepreneurs know that. Whatever the work we do, whether we're a home baker, whether we're a yoga instructor, whether, big shout out to Liji there, and whether we are financial advisors, whatever we are, hard work is essential. But I think, Priya, what I'm going to take away today is time management. Making time for your work, for your family, and for yourself. So Priya's been doing Zumba for so many years, I know it, and I love seeing her posts with her Zumba and everything. The other day, I even saw a post of Priya learning horse riding, right? Yeah, so she's learning horse riding. Ladies, come on. I mean, there's so much out there in the world, and that's why I say she's my inspiration, because I just looked at her galloping on that horse across that flat land and I said, by God, Mary, why aren't you doing things like this? And I think my problem is probably lack of time management. So ladies, I think we need to get back to our notebooks and start planning our time better, because she's building and delivering houses while also learning how to ride a horse. If that makes sense, it should make sense. All right, and next we move on to Mrs. Binu Philippos. Binu, I don't know if you know, I know your brothers very well. We don't see much of you. Is it because you're shy of the spotlight? Yeah, a little shy, and Just hold it closer. yeah, I don't speak too much, that is why I don't go out. Yeah, your brothers will say that I speak too much. Yeah. But today I'm going to make you speak. Okay. So why don't you speak? I don't know, maybe I'm a little shy, or I don't know. So why don't you tell the ladies here what you have done in your entrepreneurial journey? Yeah, actually I started my business at the age of 22, straight away from campus, So with no experience, no money, no technology. Product, all because of. So, it's just a product. Why can't you just make an attempt? Okay, I said I'll do it. Okay, that is how they put me in the quality pidchittu. Avadanna pinna neendan thodangi. That is the fact. So you're still making that product? Yeah, I make it. And അത് ഓൺലി കിടപ്പായവർക്ക് മാത്രം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് വിത്ത് പക്ഷെ അതിന് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് സപ്പോസ് ടു ബി മെയ്ഡ് ഇൻ എ വെരി ഹ്യൂജ് മെഷീനറി വിത്ത് എ ഹ്യൂജ് മെഷീനറി അണ്ടർ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാനത് ഒരു ചെറിയ ഹൗസ് ഹോൾഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. വിത്ത് ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് മാനുഫാക്ചറിങ് ആയിരുന്നു. അപ്പോൾ ആ ഡീസെൻട്രലൈസ്ഡ് മാനുഫാക്ചറിങ്ങിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഐ എം എ കെമിക്കൽ എഞ്ചിനീയർ. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് എ റബ്ബർ ലാറ്റക്സ് ഡിപ്ഡ് ഐറ്റം. അപ്പോൾ അങ്ങനെയാണ് എന്നെ ഇതിലേക്ക് പിടിച്ചിട്ടത്. അപ്പോൾ അന്ന് ചെറിയ 3 വീടുകളിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി. പക്ഷെ അതിൽ 85% റിജക്ഷൻസ് ആയിരുന്നു ഞാൻ ഇത് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തപ്പോൾ. ബിക്കോസ് വി ഡിഡ്ന്റ് ഹാവ് ദ ടെക്നോളജി. അന്ന് റബ്ബർ ബോർഡിൻ്റെ ഹെൽപ്പോടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അത് കഴിഞ്ഞ് I had to go to each houses. അവരുടെ കൂടെ ഇരുന്ന് ആ പ്രോഡക്റ്റിനെ പെർഫെക്റ്റ് ചെയ്ത് എടുക്കേണ്ടി വന്നു. ആൻഡ് വി മേഡ് ടു ഒരു 90% ആക്സെപ്റ്റൻസും 10% റിജക്ഷൻ. I can give. Otherwise no എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് എക്സാമിനേഷൻ ക്ലാസ് ആ സമയത്ത് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബ്രാൻഡിൽ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അതിൽ എനിക്ക് നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങനെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് പലതും ഉണ്ടാക്കി. ഒരു ബെഡ് ഉണ്ടാക്കി. ദാറ്റ് ഈസ് ഓൾസോ ഈ കിടപ്പായ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ്, വീൽ ചെയർ, വാക്കർ, അങ്ങനെ പല പ്രോഡക്ട്സ് ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അറൗണ്ട് കള്ളി ആ 3 വീടിന്ന് ഇപ്പൊ സൗത്ത് ഇന്ത്യ വരെ എത്തി. Yeah. So, this is a request from us ladies sitting here. Yours is such an inspirational story. Don't you think that you would be able to inspire a lot of young women who are shy like you? Not everybody likes to stand on a stage and do papa.
but maybe there are women who would be inspired by your story, right? So I'd like to give a big thank you to the Shepreneurs and Ende Sambramam for bringing this lady into the spotlight, actually, because that's amazing. So tell me some numbers. How many pieces, or what is the kind of quantities that you deal with now? Now my tenor is 36 crores. That's, Big round of applause, Binu. And indeed, your story is inspirational. What started out as a requirement for her dad's friend, and then what became like a home domestic product that was being manufactured, to becoming a company that services all of South India. And just by being, again, true to herself, not wanting to talk about it, but today we forced her to talk about it. I think we have another inspirational lady here in our midst. So thank you very much. All right. This lady is now chatting. I've known her for more than 2 decades. We studied together in college. We were in the same college, actually. So I have the advantage of knowing her and being very familiar with her. But I think when we talk about social entrepreneurship, the one person in Kerala who has given that phrase a definition is Rupa George. Rupa proudly says that she is a part of WEN. What she doesn't say is that she has got her own network. It's called the Rupa George Circle, and it exists in all 14 districts of Kerala. I don't know if any of you knew that. And yes, through the Rupa George Circle, what she does is very simply, she connects people. That's all she does. She connects people. So if you put a request in any of her WhatsApp groups asking her for a connection, she will connect the relevant people. And who does she connect? Like Anna said it very rightly at the beginning of the meeting, it could be a cook, it could be a driver, it could be a tailor, it could be somebody who does embroidery. So yes, indeed, here's a woman who has defined social entrepreneurship in Kerala for us. And therefore, Rupa, my question to you is, how do we create more Rupas in this country? Don't you think that we could do with a few more? That's interesting. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ യുണീക്നെസ് ഉണ്ട്, ആൻഡ് വി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി ആൻസർ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഹൗ വി ക്യാൻ ബി പാർട്ട് ഓഫ് ദി ആൻസർ ആൻഡ് സൊല്യൂഷൻ എന്നാണ്. ഹൗ വി ക്യാൻ ബി പാർട്ട് ഓഫ് ദി പ്രോബ്ലം എന്നല്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള യാത്രയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഞാൻ ഫോം ചെയ്തത്. കാരണം എനിക്കറിയായിരുന്നു എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ നെയ്ബേഴ്സും പലരും കസിൻസ് ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ വനിതകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മക്കളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും പാരൻറ്റിങ് ആണെങ്കിലും ഗാർഡൻ കിച്ചൺ ടിപ്സ് ആണെങ്കിലും ഇപ്പോഴാണെങ്കിൽ പെറ്റ്സിനെ കുറിച്ച് പിന്നെ പല ഇത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കിയാൽ എല്ലാവരും അതിൽ കണക്റ്റഡായി. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു ഫോറം ടു നെറ്റ്വർക്ക് ആൻഡ് കണക്ട് ആൻഡ് അപ്പോൾ അതിൽ എല്ലാവരെയും വളരാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങാൻ സാധിക്കും. കാരണം നമ്മൾ ഇതിൽ ആരും ആരുടെയും കോമ്പറ്റീറ്റർ അല്ല, ആരും ആർക്കും ഒരു ഭീഷണിയാവുന്നില്ല. നമ്മൾ എല്ലാവരെയും വളരാൻ അനുവദിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് തീർച്ചയായിട്ടും വരും. പിന്നെ ഇതുകൊണ്ട് ഇപ്പോൾ എനിക്കും പേഴ്സണലി വളരെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് പേരെ മീറ്റ് ചെയ്യാനും പലരെയും പരിചയപ്പെടാനും പല പുതിയ പുതിയ സംരംഭങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മ്യൂച്വലി ബെനിഫിറ്റിങ്. അപ്പോൾ എനിക്കും പേഴ്സണൽ ഗ്രോത്തിന് അത് സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ദിവസവും, ഇപ്പോൾ പ്രിയൊക്കെ ഈ ഹോഴ്സ് റൈഡിങ് പഠിക്കുന്ന പോലെ നമ്മൾ ദിവസവും ഓരോ പുതിയ കാര്യം പഠിക്കണം. അപ്പം നമ്മൾ നമ്മൾ ദിവസവും പഠിക്കുന്നത് ഒരിക്കലും മരിക്കില്ല എന്നുള്ള രീതിയിൽ വേണം. കാരണം ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നാളെ നമ്മൾ മരിച്ചു എന്നുള്ള രീതിയിൽ, കാരണം ആരെയും നമ്മൾ മുറിവേൽപ്പിക്കാതെ വിഷമിപ്പിക്കാതെ വേണം നമ്മൾ സംസാരിക്കാൻ. പിന്നെ നമുക്കത് തിരിച്ചെടുക്കാനോ
പറഞ്ഞ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാനോ ക്ഷമ ചോദിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല വാക്കുകളിലൂടെയും ഒക്കെ നമുക്ക് മറ്റുള്ളവരെ പ്രചോദനം കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ആ ഒരു ടാലൻറ്റ് നമുക്കറിയത്തില്ല, നമ്മുടെ ഒരു കൈൻഡ് വേർഡ് മതി നമുക്ക് പലരെയും പ്രോത്സാഹിപ്പിക്കാനും എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ശരിക്കും ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷമാണ് എൻ്റെ ഈ പ്ലാറ്റ്ഫോം വളർന്നത്. കാരണം എല്ലാവർക്കും കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിന് വളരെ റെലവൻസ് വന്നു. അപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യണം, നെറ്റ്വർക്ക് ചെയ്യണം. ബാക്കി ഓഫ്ലൈനായിട്ട് ആരും കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഓരോ ലീഡ്സ്, റെക്കമെൻഡേഷൻസ്, ഇപ്പോൾ കരിയറിൻ്റെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വനിതകളാകുമ്പോൾ പല പല ഇങ്ങനെ ഒരു ഫോറം ആവശ്യമുണ്ടല്ലോ നമുക്ക് സംസാരിക്കാനായിട്ട്, അപ്പോൾ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫോറം ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ എവിടെയും ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് നിൽക്കാനും മറ്റുള്ളവരെ ഇപ്പോൾ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ളവരെ സംരംഭകരാക്കി അവരെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഹോം മേക്കേഴ്സ് മാത്രമല്ല, പൊളിറ്റീഷ്യൻസ്, പ്രീസ്, പോലീസ് എല്ലാവരും കണക്ട് ചെയ്ത് തന്നോളൂ. So she's a powerful networker sitting here. All right. Just one more question. You know, when you were in college, and probably our paths crossed a few times, but did you ever believe that this was where you would, be 2 or 3 decades later? Or did you always have social entrepreneurship as a plan for yourself? Or did you have any other ambition at that time? At that time, I have always seen my mother and my grandmother as role models in my life. കാരണം they were also into social work. എൻ്റെ മദർ അവിടെ ഷൊർണൂർ അവിടെ പറ്റാവുന്ന രീതിയിലൊക്കെ അവിടുത്തെ ഒരു കുമ്പാരന്മാരെന്ന് പറഞ്ഞൊരു ട്രൈബുണ്ട്. അപ്പോൾ ഈ ടെറാക്കോട്ട പോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാൻ ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ എൻ്റെ ഫാദറിൻ്റെ മദർ, അപ്പോൾ ഗ്രാൻഡ് മദറും വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലും കൃഷിയുടെയും അവിടെ എല്ലാത്തിലും ഒരു അഭിപ്രായവും ഒക്കെയുള്ള നല്ല സ്ട്രോങ് ലേഡീസ് ആയിരുന്നു. അപ്പോൾ ഇവരെ പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ മദർ ഇൻ ലോയെ ഞാൻ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. കാരണം എല്ലാവരും ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്ന സ്ത്രീകളുടെ സ്ട്രെങ്ത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓരോ വ്യക്തിയും എനിക്ക് യുണീക്കായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് തന്നെ ഐ ഹാവ് ടു മീറ്റ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്നാണ്. എന്നും എൻ്റെ ചൈൽഡ്ഹുഡ് പ്രെയർ അങ്ങനെയായിരുന്നു, ഓൾവേസ് ഐ ഷുഡ് മീറ്റ് ദ റൈറ്റ് പേഴ്സൺ. അപ്പോൾ ദൈവാനുഗ്രഹിച്ച് 21 ഇയേഴ്സിൽ തന്നെ ഞാൻ എൻ്റെ പാർട്ട്ണറെ കണ്ടുമുട്ടി. അപ്പോൾ അങ്ങനെ കൊച്ചിയിലോട്ട് വന്നു. അപ്പം അതിനുശേഷം ഓഫ് കോഴ്സ് ഈ എൻ്റെ ചൈൽഡ്ഹുഡിൽ കണ്ടതൊക്കെ തന്നെ ഒബ്സർവ് ചെയ്തൊക്കെ തന്നെ എനിക്കും ഇതുപോലെ ആസ് എ വുമൻ എനിക്കും ഐ വോണ്ട് ടു ഗിവ് ആൻഡ് ഐ വോണ്ട് ടു എന്തെങ്കിലും നമുക്ക് സൊസൈറ്റിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഫയർ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു തുടക്കം കിട്ടിയത്. Fantastic. Thank you so much, Rupa, for sharing that. Actually, it all boils down to our mothers, doesn't it? Whatever we do, somehow, നമ്മുടെ മദേഴ്സിൻ്റെ സ്റ്റാമ്പ് എപ്പോഴും എവിടെയുണ്ട്. My mother's 84, my mother's bedridden. And yet I know that she brought up 5 girls, and of the 5, the first was Puchakanni, beautiful, Sundari. Second was dark, curly hair. Third was white, OCD. Fourth was fat, curly hair and loud. That was me, of course. And the 5th was short and quiet. So she had 5 different women as daughters, and she brought up each one to be their own person. So definitely I think today all of us will dedicate our success and our stories to where it all began, with our mothers. And may we be mothers who do the same with our children. Great. So now, on that note, Rupa, that was lovely listening to you. I'm now moving to Uttara. So Uttara, we heard, is the only woman in the top 25 of the Motilal Oswal group. So that should tell you something, that money and finance are not for everybody. We are very good with money management. You give us 500 rupees, we can spend it the right way. We can stretch it the right way. I think all of you will agree that women are very good at money management, even in our organizations. But how good are we with planning? I think that's a completely different thing altogether. All the numbers, all the whatever. Was it a challenge to be in a very obviously male-dominated industry? There's another lady here from the same industry. My own star, Shiny, is also sitting here. But for you, Uttara, as part of the Motilal Oswal group, was it a challenge for you to prove your competence, and then as you went along to prove your leadership?
in the group? Actually, it was not that I planned to be in this profession. ചിലപ്പോൾ കാര്യങ്ങൾ അങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമല്ലോ. So my family is basically into finance. I mean, my father was a bank chairman. My uncle just retired as a bank chairman. I wanted to take commerce all my life. I knew finance is my space. But, you get married early. You marry into they were a business family, but my husband was a chemical engineer. So things turned around in such a way that he had to come to Calicut, and we got a chance to start this business together. So, and അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ചെറിയ വയസ്സിൽ മുതലേ എന്ന് വെച്ചാൽ നിന്റെ ഹസ്ബൻഡ് എന്ന് ബിസിനസ് തുടങ്ങുന്നോ അന്ന് ആദ്യത്തെ ദിവസം മുതൽ നീയോ അതിൽ ഫുള്ളി ഇൻവോൾവ് ആവണം. ദാറ്റ്സ് ഓൾ. കൂടുതലൊന്നും അറിയില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള വാക്കിന്റെ സ്പെല്ലിംഗ് ഒഴികെ ഒന്നും അറിയില്ല. അതേതാണ് ഇതിലേക്ക് കയറിയത്. ബട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു 5 വർഷം. അതിനുശേഷം തിങ്സ് അഗൈൻ ടേൺ അറൗണ്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഹി ഹാഡ് ടു ഗോ ബാക്ക് ടു ഹിസ് ഫാമിലി ബിസിനസ്, ആൻഡ് ദാറ്റ്സ് ഹൗ I came to take over this business. It's actually not that I planned to come into this. So angane vannu, but then I suppose basically I liked the field. Okay, finance is something I liked. പിന്നെ നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങിയാൽ അതിലേക്ക് കമ്മിറ്റഡ് ആയിട്ട് തുടരുക എന്നുള്ള ആ ഒരു രീതിയെ കണ്ടുള്ളൂ. But things were a bit difficult initially. What you're saying is right in the sense that many men are not comfortable talking money to ladies. I have felt it. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വലിയ എമൗണ്ട്സിൻ്റെ കാര്യങ്ങളോ ഇൻവെസ്റ്റ്മെൻറ്റ്സോ ഒക്കെ സംസാരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് അവരെൻ്റെ ഹസ്ബൻഡിനെ വിളിക്കും. എന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും. ഇതിന് മുമ്പ് എനിക്ക് നമ്പർ തരും. പിന്നെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യം വരെയായിരുന്നു. I mean, why can't they call me and speak എന്ന് എനിക്ക് പണ്ട് ഒരുപാട് തോന്നിയിട്ടുണ്ട്. പിന്നെ you have to get things done. ടാക്ടിക്കലായിട്ട് ഇത് ഡീൽ ചെയ്യാതെ പറ്റില്ല. അപ്പോൾ ചില ആളുകളുടെ കേസിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എടുത്തു പോയിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പ്ലീസ് കോൾ ദിസ് പേഴ്സൺ ആൻഡ് സേ ദിസ് എന്ന് വരെ പറയേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദെൻ ഗ്രാജുവലി ഓവർ ദി ഇയേഴ്സ് ഐ സപ്പോസ് ദേ നോ ദറ്റ് യു ആർ സീരിയസ് അബൌട്ട് ഇറ്റ്. നമ്മളിത് തമാശക്കളി അല്ല എന്നുള്ള ഒരു ബോധ്യം വന്നാൽ ദെൻ തിങ്സ് ചേഞ്ച്. ദേ ഡു ആക്സെപ്റ്റ് യു. ബട്ട് ഇനിഷ്യലി യെസ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് മോത്തിലാൽ ഓസ്വാളിലും ഇറ്റ് ഈസ് ലൈക്ക് sometimes it's very awkward. Like you sit in a room with 50 men and you are the only woman. It is a little awkward, but now I suppose I've got used to it. It's not. Even my clients are. Not to that question, but let me just stretch it on that. Even my clients, although my client list has got so many women names, unfortunately, most accounts, the decisions are taken by men. Very few ladies actually come to me and discuss about investments and take decisions on their investments. So it is really a man's world out there. There is no doubt about it. So actually speaking, if you look at it, avaru competence alla samshayichadu, avaru gender aanu samshayichadu. See, it is competence alla. See, as you say, I perfectly agree. Women are multitaskers. We know how to manage the home finance. But I have to say this little bit about our upbringing. അപ്ബ്രിങ്ങിങ്ങിലെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പെൺകുട്ടികളുടെ അടുത്ത് പൈസയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മളൊന്ന് വളരുമ്പോൾ തന്നെ ആരും നമ്മളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇന്നതാണ് അസറ്റ് ലയബിലിറ്റി, ഇതാണ് ഇൻകം എക്സ്പെൻസ്, നമുക്ക് എത്ര വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് ഫൈനാൻസ് കംഫർട്ടബിൾ അല്ല ഇസ് വൺ തിങ്. സെക്കൻഡ് തിങ്, entrepreneurship is about risk taking. നമ്മളൊക്കെ പെൺകുട്ടികളാണ്, റിസ്ക് എടുക്കരുത്, റിസ്ക് എടുക്കാൻ പാടില്ല, സേഫ് പ്ലേ ഇറ്റ് സേഫ്. No, entrepreneurship, you take decisions from morning till evening. What are we doing? We keep taking decisions, we take risks. That is what we need. So അതുകൊണ്ടാണ് I think it is to do with upbringing. It is exactly as you said, it is not that we are not capable about it. അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. The only way forward, it's a request to all the mothers in this room, please make your daughters feel comfortable about the money that they are handling. അതിന് ആകെ ചെറിയ കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അവർക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണി തന്നെ അവരുടെ അടുത്ത് ഒരു കണക്ക് വെക്കാൻ പറയാ. Let them know exactly what is coming in, what is going out. 10 രൂപ കിട്ടിയാൽ അതിൽ നിന്ന് 2 രൂപ സേവ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. If they're comfortable handling the 100 rupee pocket money, they will be very comfortable handling the lakhs and crores that they're going to do it in their future. So it's about upbringing. It is not that women are നമ്മൾ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. Great takeaway for all of us. Those of you mothers with daughters, you know what you have to do. And when you empower your daughter, you're empowering the future and you're changing the fabric
of the society that we are living in today. We all want this to be different, right? But we can't make the difference. We can facilitate the difference. And the difference will happen in the next generation. So if my son knows how to wash dishes very well, if he knows how to load the machine, unload the machine, put the clothes to dry, fold the clothes after they are dry and put them ready for ironing, it's because I'm trying to make a difference in the next generation. By the way, he can do all this and he's 16. So the thing is that we are going to make a difference to our daughters. Thank you, Uttara, for saying that, because that makes a lot of difference. And last but not the least, we have Ms. Grishma Natraj. She's a counseling psychologist. All of you heard her entire bio. She's the founder of Grishma Natraj Counseling Cafe, if I'm not mistaken. But somewhere when I was Googling you, and that should tell you all that I did homework about each one of you, I came across a few catchphrases like life coach, motivational speaker, tarot card reader. Am I right? Yes. Yes? Yeah, so you're putting fact and fantasy together. I mean, I'm not calling tarot card reading fantasy, but still. However, my question to you is not that. My question to you is there any secret mantra for a woman to learn self-healing, self-acceptance, self-love, and self-respect? First is, I would like to thank all the women out over here, particularly on the panel as well as the guests out over here, because they all are achievers. It's Dawits and Shri Entrepreneurs Award. I think all of us have sailed through something in our life, and that's the reason we are all celebrating this day. Now, you talked about one particular mantra. The first one is accept who you are. I believe in that. If you accept who you are, you understand your power, you understand yourself, and then I don't think so there's any hurdles in your life to move ahead in life. Because the main thing what happens in our society is we are always compared. If a girl is born, we always get a comparison either with a brother or with another girl, either, as you said, a beautiful female, a dark female, a fat female, and this starts in our house itself. So first nail, I can say, if it's pricked by our own people. So I would really say, whatever you look, whatever you are, believe in yourself. That's the first thing. When you start loving yourself, automatically everything falls into place. Thank you. That's a fantastic answer. And in this journey of your motivational speaking or your coaching or whatever, you must have dealt with individual male patients and individual female patients. I'm not calling them patients, I'll call them clients. Yeah. So would you say, and this is not for you to give in client secrets, but would you say that the problems that males come to you for are similar to the problems that women come to you for? No. Because very frankly, females have different sets of issues and we can actually talk it over. Sometimes I've seen males coming to me with their mindset, it's a female. So shall I open up to her? And if I open up to her, will she guide me? Because she can be biased towards a female. All those things run behind their mind and I have to make them comfortable by understanding their body language and things. And at a time, even if they have a best partner also, but there is something running behind that mind, and that is called doubts. Because somewhere the insecurities. So I feel, as everybody said right over here, the upbringing, the confidence which should be instilled in women. We all talk about women empowerment, but I think women are already empowered. We need a little bit of liberation, taking the males. I'm not saying I'm feminist or I'm getting biased to male gender. No harm in saying you're feminist. No, it might harm my profession. So I would just say, we should take an initiative to bring a change and accept it, that even a female has a voice to voice it out, same as a male. So till now, we always heard a man talking. So let's bring a little change where a man can patiently listen to something and be a support. Because I strongly believe in that. If today I'm sitting in between all of you, it's because of my husband supporting me. Otherwise, I wouldn't have come so far. So somewhere I feel we should dissolve that thin line of thinking and accept the broad mind of the things changing in the society. So whether it's a male or a female, I think we can deal it on the same platform rather than seeking help. Oh, I'm a male, so you should bow down to me, or I'm a female, just look at me and
we don't need all those cards, isn't it? We should believe in ourselves and fight it back. Yes, I agree completely in self-acceptance being the first card that we need to play for ourselves. Exactly. It has to be our Turupa Gulan, as they say, right? So on that note, it's time to wind up. There are just a couple of things I want to say. We all talk about liberation and women's lib, but what really is women's lib? Is it really about all the things that you read about in the papers, or is it about just the opportunity to be able to choose? Make our own choices, choices that are not dictated by society or by anybody else, but choices that we can make for ourselves. And on the quote of Eleanor Roosevelt, my favorite quote of all time, a woman is like a tea bag. You never know how strong she is until it's in hot water. Really, we are the champions of challenge, be it pregnancy, be it walking into a new house the day we get married, be it learning the art of cooking, be it whatever it is. We are the champions of challenge. We became daughters, mothers, sisters, wives overnight with no training. Nobody trained us to do it, but we performed all those roles to the best of our ability because that's what we know how to do best. Whatever the challenge, we'll overcome it. Here's to women, here's to all of you, and here's to the Shepreneurs who make us proud of belonging to this tribe called womanhood. Thank you, ladies. Wow. I mean, ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടെ സൈഡിൽ. I never knew she was this strong. I'm speaking about Mary ma'am. Actually, how well she took the panel discussion forward, alle. ഷീല മാമക്ക് ഇത്ര റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കും, ഇത്ര നാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്നു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. യു ഹാവ് ഓപ്പൺഡ് അപ്പ് ലൈക്ക് ഓണസ്റ്റ്ലി. അത് മാമിന്റെ മിടുക്കാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഫർദർ ആർക്കെങ്കിലും ഇതുപോലെ എന്നെ പോലെ അവതാരകരൊക്കെ ആവാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരരുത്, നേരെ അവിടെ പോയാൽ മതി. ഷീ ഈസ് ദ വൺ ഹൂ ക്യാൻ പ്രോപ്പർലി ഗൈഡ് യു. ഐ മീൻ ദി വർക്ക്സ്, ദി ഹോം വർക്ക് എല്ലാം ഗൂഗിൾ ചെയ്തു, എല്ലാവരെയും പറ്റി എല്ലാ ഡാറ്റകളും ഒരുപക്ഷെ അവരെക്കാളും നന്നായിട്ട് മാമിന് അറിയാം. സോ അതാണ് അതിൻ്റെ ഒരു ഇത്. ഒരു അവാർഡ് മാമിനും കൊടുക്കേണ്ടതായിരുന്നു തന്നെ. നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് വന്ന കാര്യത്തിലേക്ക് കടക്കാം. സോ ഈ പാനൽ ഡിസ്കഷനിൽ ഇവിടെ പങ്കെടുത്ത 9 ലേഡീസിനും പറയാനുണ്ട് 9 കഥകളാണ്. ചിലർ അവിചാരിതമായിട്ട് ബിസിനസ് ചെയ്യേണ്ടി വന്ന ലേഡീസ് ഉണ്ട്, ചിലർ പാരമ്പര്യമായിട്ട് ബിസിനസ്സിലേക്ക് വന്നവരുണ്ട്, ചിലർക്ക് പാഷൻ കൊണ്ട് അവരെ ബിസിനസ്സിലേക്ക് അവർ ഡ്രൈവ് ചെയ്യപ്പെട്ടവരുണ്ട്. എന്താണെങ്കിലും അവർ സക്സസ്ഫുൾ ആണ്. സിമിലർലി ഇന്ന് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന Shepreneurs 2021 എൻ്റെ സംരംഭത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന 14 പേർക്കും പറയാനുള്ളത് 14 കഥകളാണ്. ഒന്നും ഒരു കേക്ക് വോക്ക് ആയിരുന്നില്ല. അവിചാരിതമായിട്ട് വന്നതായിരിക്കാം, ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കാം, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലാതിരിക്കാം, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നിരിക്കാം. വാട്ട് എവർ ഹൗ എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഇന്ന് ബാക്കിയുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആക്കാൻ പറ്റിയ വിമൻ ഓൺടർപ്രണേഴ്സ് ആണ്. സോ ഇന്നത്തെ അവാർഡ് ജേതാക്കൾക്കെല്ലാം ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴിച്ച് പ്രോത്സാഹിപ്പിക്കാം. Thank you so much for setting an example for n number of entrepreneurs, aspiring entrepreneurs out there. We all look up to you. ഇനി ആ 14 പേരിലേക്ക് ഞാൻ കടക്കാൻ വരും. I think I need the support of my entire team here. എൻ്റെ സംരംഭത്തിൻ്റെ അന്നമ്മയും എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഷീല മാമിന് അവാർഡ് കൊടുക്കേണ്ട. ബാക്കി സ്റ്റേജിലുള്ള ഡിഗ്നിറ്ററീസിന് എല്ലാവർക്കും യു ക്യാൻ ജോയിൻ ദി ഹോൾ സെറമണി. യു ഹാവ് ഓൾസോ തിങ്സ് ടു ഡു ആസ് വെൽ. 14 പേർക്കാണെന്ന് കുറേ നേരം ഞാൻ പറയുന്നു, ഇനി കൂടുതലൊന്നും പറയുന്നില്ല. 14 പേരിലെ ആദ്യത്തെ ആളുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് കിടക്കാം. Are we ready? No, you can be on stage only. Please. ഇരിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ്. യാ, ഡെഫിനറ്റ്ലി പ്ലീസ് ബി. നമുക്കതാണ് സന്തോഷം. ആദ്യത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് 12 വർഷം മുമ്പ് വീടിന്റെ മുകളിലെ നിലയിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച സംരംഭം ഇന്ന് കേരളത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഹോൾസെയിൽ വിപണിയാണ് ഓറഞ്ചസ് ബുട്ടീക്കിനുള്ളത്. സൽവാർ, സാരി തുടങ്ങിയ കസ്റ്റമൈസ്ഡ് വസ്ത്രനിർമ്മാണ രംഗത്ത് മികച്ചു നിൽക്കുന്ന ഓറഞ്ചസ് ബുട്ടീക്കിന് ഇന്ന് ഓൺലൈൻ വിപണിയിലും ശക്തമായ സാന്നിധ്യമുണ്ട്. വെറൈറ്റി ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളെ സംതൃപ്തരാക്കുക എന്നതാണ് സംരംഭകയെ വ്യത്യസ്തമാക്കുന്നത്. വസ്ത്രനിർമ്മാണ മേഖലയിൽ വേറിട്ട വഴിയിൽ സഞ്ചരിക്കുന്ന
ജെക്സി സന്തോഷിനെയാണ് സംരംഭം ഷീപ്രണേഴ്സ് 2021 വുമൺ എക്സലൻസ് അവാർഡ് നൽകി നമ്മൾ ഇന്നത്തെ സയൻസ് സൺഡേയിൽ ആദ്യമായി ആദരിക്കാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഓൾ ദി ലവ്ലി വർക്ക്സ് യു ബീൻ ഡൂയിങ് സോ ഫാർ മാം. And I request the dignitaries to kindly do the honors. Sheila ma'am, if you could please present the memento. Thank you so much, ma'am. മുഖ സൗന്ദര്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദന്ത സംരക്ഷണം. എ സ്മൈൽ ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. സുന്ദരമായ ചിരികൾ വ്യക്തിത്വത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വളരെ വലുതാണ്. ദന്ത ചികിത്സാ രംഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി ഉപഭോക്താക്കളുടെ പ്രശംസ പിടിച്ചുപറ്റിയ സ്ഥാപനമാണ് ഡോക്ടർ മീര സ്മൈൽ ഡെന്റൽ ക്ലിനിക്. നിരവധി പേരുടെ മനോഹരമായ പുഞ്ചിരിക്ക് കാരണക്കാരിയായ ഡോക്ടർ മീര പ്രശാന്തിനെ എന്റെ സംരംഭം അഗൈൻ ഷീപ്രണേഴ്സ് 2021 വിമൻ എക്സലൻസ് അവാർഡ് നൽകി നമ്മൾ ആദരിക്കുന്നു. സ്ത്രീകൾ കടന്നു ചെല്ലാൻ മടിക്കുന്ന ചില മേഖലകളുണ്ട്. വിജയ സാധ്യത എത്രത്തോളം ഉണ്ടാകുമെന്ന സംശയമാണ് പല മേഖലകളിൽ നിന്നും അവരെ വിലക്കുന്നത്. വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമുള്ള ഓട്ടോമൊബൈൽ മേഖലയിൽ കഴിവ് തെളിയിച്ച സംരംഭകയാണ് ഹരിപ്രിയ. ചെങ്ങന്നൂർ ഐനം മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിൽ 2 വീലർ വർക്ക്ഷോപ്പ്, ടാക്സി ടൂർ ഓപ്പറേറ്റർ എന്നീ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്ന ഹരിപ്രിയയും നമ്മൾ ഇന്നത്തെ ഈവനിങ്ങിൽ ആദരിക്കുകയാണ്. ദി അവാർഡ് ടേക്കർ നമ്പർ 3, ഹരിപ്രിയ, ഐനം മോട്ടോഴ്സ്. ഫാഷൻ ഡിസൈനറാകാൻ ആഗ്രഹിച്ച ഇടുക്കിക്കാരി പെൺകുട്ടി. വസ്ത്രനിർമ്മാണ മേഖലയിൽ തനിക്ക് ചിലതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ജാറ്റോസ് ആദ്യം ഫാഷൻ ഡിസൈനറായി, പിന്നീട് സംരംഭകയും. ഇന്ന് ബെൽമിയോ, ഫ്രിൽസ് ആൻഡ് ബോൾസ് എന്നീ ബ്രാൻഡുകളുമായി വിപണിയിൽ തരംഗമാകുകയാണ് ഫാബ് ആൻഡ് സ്യൂ എന്ന സ്ഥാപനം. കുട്ടിയുടുപ്പുകൾ തുന്നി സംരംഭകയായ ജാറ്റോസ് മരിയ ടോമിനെ എന്റെ സംരംഭം ആദരിക്കുന്നു ഇന്ന്. Congratulations, and if I could welcome Jatos Maria Tom from Fab and Sue to kindly come over and receive your award. And just look at that. ഭാവി 2 യുവ സംരംഭകരെ ഓൾറെഡി നമുക്ക് സ്റ്റേജിൽ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റേജിലുണ്ട് അല്ലേ? ഫാമിലി എന്ന് പറയുന്ന നമുക്കൊരു ബാധ്യത അല്ല. ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ എന്ന് സ്വയം നടിക്കുന്ന പലരും അടുക്കളയെ വെറുക്കുന്നു, അല്ലെങ്കിൽ പ്രഗ്നൻസിയെ അയ്യേ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. പക്ഷെ ജസ്റ്റ് ലുക്ക് അറ്റ് ഹർ, അല്ലേ? ഇതാണ് എക്സാമ്പിൾ. യെസ്, വെൽ, ആർ വി ഡൺ? യാ, താങ്ക് യു സോ മച്ച്. അവിടെ നിന്നോട്ടെ, നമ്മുടെ ഒരു ഭാവി വാഗ്ദാനമാണ് പുള്ളിക്കാരി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമുക്ക് സുപരിചിതമായി വരുന്നതേ ഉള്ളൂ. ഇടനിലക്കാരുടെ സേവനമില്ലാതെ ഉപഭോക്താക്കളെ കണ്ടെത്തി നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. വിദേശ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള ഈ വിപണന രീതി ഉപയോഗിച്ച് 2018 ആരംഭിച്ച ജൈബസ് ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സാരഥി മിനിമോൾ എമ്മിന് എന്റെ സംരംഭം ഇന്ന് ഇവിടെ ആദരിക്കുന്നു. Can I have you on stage, please, ma'am?
മൂവിംഗ് ഓൺ, പണം ആവശ്യമായി വരുന്ന അത്യാവശ്യ ഘട്ടങ്ങളിൽ ATM-ൽ പോകാതെ തന്നെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ സാധിച്ചാലോ? അതൊരു ഗുഡ് ഐഡിയ ആണ്. മൈക്രോ ATM സേവനം നൽകുന്ന ആപ്ലിക്കേഷനാണ് ഏസ് മണി ആപ്പ്. വീട്ടിലിരുന്ന് പണത്തിന് ഓർഡർ നൽകാനും വീട്ടിലെത്തുന്ന എക്സിക്യൂട്ടീവിന്റെ കൈവശമുള്ള സ്വൈപ്പിംഗ് മെഷീനിലൂടെ പണം എടുക്കുവാനുമുള്ള സൗകര്യമാണ് ഏസ് മണി ആപ്പ് ഒരുക്കുന്നത്. ഈസാണ്. ഈ ആശയത്തെ സംരംഭമാക്കിയ നിമിഷ ജെ വടക്കനെ again നമ്മൾ ഏറെ സ്നേഹത്തോടെ ഇന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായി. That is a very 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 different idea. Congratulations. ആക്ച്വലി വണ്ടർഫുൾ. ഇതിനു മുമ്പ് ഇതുപോലുള്ള അവാർഡ് ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ പുരുഷന്മാരെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളതും. വളരെ മെക്കാനിക്കൽ, എന്താ പറയാ, ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഞാൻ കണ്ടിട്ടില്ല, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. ബട്ട് ദിസ് ഇസ് റിയലി നൈസ്. നമ്മൾക്ക് ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് ഇപ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത്. എനിവേ, ടു ഓൾ ദ ലവ്ലി ലേഡീസ്, ചിയേഴ്സ്. ഇനി അവാർഡ് നമ്പർ 9. മുഖം എത്രത്തോളം ഭംഗിയായി സംരക്ഷിക്കാം എന്നത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ തന്നെ മേക്കപ്പ് എന്നത് ഭൂരിഭാഗം പേർക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ഡെഫിനറ്റ്ലി മേക്കപ്പ് ഇല്ലാതെ കണ്ടാൽ എനിക്ക് പോലും മനസ്സിലാവാറില്ല. പെർമനന്റ് മേക്കപ്പ് എന്ന ആശയവുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് റൂമ പെർമനന്റ് കോസ്മെറ്റിക്സ്. നമ്മൾക്കൊന്ന് കാണണം. സൗന്ദര്യ സംരക്ഷണത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന റൂമ പെർമനന്റ് കോസ്മെറ്റിക്സിന്റെ സ്ഥാപക റൂമ വിയസിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇറ്റ് ഈസ് ആക്ച്വലി വെരി വെരി കൺവീനിയന്റ് പെർമനന്റ് മേക്കപ്പ് എന്ന് പറയുന്നത്. Maria Frisk System. ഉന്നത വിദ്യാഭ്യാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭക മേഖലയാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ഒരുക്കി നൽകുന്ന അഡ്മിഷൻ കൺസൾട്ടൻസിയാണ് മെഡിടെക് എഡ്യു സൊല്യൂഷൻ. മെഡിക്കൽ, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അഡ്മിഷൻ കൺസൾട്ടൻസിയായി സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. മെഡിടെക് എഡ്യു സൊല്യൂഷൻസിന്റെ സാരഥ്യം നിരവധി വിദ്യാർത്ഥികൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന്റെ വഴികാട്ടിയുമായ റുസ്മിന നിയാസിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Congratulations, Rusmina. That's again a very commendable job. സംരംഭക രംഗത്ത് ഏറെ സാധ്യതകളുള്ളതും അതോടൊപ്പം മത്സരാധിഷ്ഠിതവും നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒന്നാണ് നിർമ്മാണ മേഖല. വീട് എന്ന ഏതൊരാളുടെയും സ്വപ്നങ്ങൾ അനർത്ഥമാക്കുന്ന സ്ഥാപനമാണ് സ്പെക്ട്ര വെഞ്ചേഴ്സ്. നിർമ്മാണ മേഖലയോടൊപ്പം ബിൽഡിംഗ് മെറ്റീരിയൽസ് രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് സ്പെക്ട്ര വെഞ്ചേഴ്സ്. സ്പെക്ട്രയുടെ സാരഥി സൗമ്യ ജിതിൻ, ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം. കൈൻഡ്ലി കം ഓവർ ആൻഡ് റിസീവ് യുവർ അവാർഡ്. This is very interesting. നിർമ്മാണ മേഖലയിൽ ഒഴിച്ചു നിർത്താനാകാത്ത ഒന്നാണ് പെയിന്റിംഗ്.
നിരവധി വമ്പൻ ബ്രാൻഡുകൾ അരങ്ങുവാഴുന്ന മത്സരാധിഷ്ഠിതമായ വിപണിയിൽ വില കൊണ്ടും ഗുണമേന്മ കൊണ്ടും തങ്ങളുടേതായ സ്ഥാനം നേടിയ സംരംഭമാണ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് എന്ന ബ്രാൻഡിന്റെ വിജയക്കുതിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സൗമ്യയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് വേദിയിലേക്ക്. സൗമ്യ പോളിമേഴ്സ് ആൻഡ് കെമിക്കൽസിന്റെ സാരഥിയാണ് സൗമ്യ ജോഷി. കൺഗ്രാറ്റുലേഷൻസ് സൗമ്യ. കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബങ്ങളിലേക്കുള്ള മനുഷ്യന്റെ മാറ്റം സംഭവിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. മാതാപിതാക്കൾ രണ്ടുപേരും ജോലിയുമായി നഗര ജീവിതത്തിലേക്ക് പറിച്ച് നടപ്പെടുമ്പോൾ ആവശ്യമായ സ്നേഹവും പരിചരണവും കുഞ്ഞുങ്ങൾക്ക് ഉറപ്പാക്കുക എന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. സുരക്ഷയും കരുതലും നൽകുന്നതോടൊപ്പം തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് വിത്ത് പാകുക എന്ന വലിയ ദൗത്യവും ഏറ്റെടുത്തിരിക്കുന്ന സ്ഥാപനമാണ് ലിറ്റിൽ ബ്രിട്ടൻ. ലിറ്റിൽ ബ്രിട്ടന്റെ സാരഥി UPK പോളിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് സ്റ്റേജിലേക്ക്. കൺഗ്രാറ്റുലേഷൻസ് UP. Little Britain being her company. മുഖസൗന്ദര്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖത്ത് ഒരു പാട് വരുമ്പോൾ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആന്തരിക സൗന്ദര്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ബാഹ്യ സൗന്ദര്യവും. കഴിഞ്ഞ കുറെ കാലങ്ങളായി മലയാളികളുടെ സൗന്ദര്യ സംരക്ഷണം ഒപ്പം നിൽക്കുകയാണ് മായ ജേക്കബ് ഫ്രോം പ്രിയങ്ക ബ്യൂട്ടി പാർലർ. മായ ജേക്കബ്, please be here on stage to collect your award, ma'am. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ 14ാമത്തെ അവാർഡ് വിന്നർ ആരാണെന്ന് ഞാനിതാ പറയാൻ പോകുന്നു. പലപ്പോഴും നമ്മുടെ വ്യക്തിത്വം നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഏതൊരു അവസരത്തിലും ഏത് വസ്ത്രം ധരിക്കണമെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ വസ്ത്രധാരണം മറ്റുള്ളവർക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാനുള്ള ധൈര്യവും നമ്മൾക്ക് നൽകാറുണ്ട്. ഇങ്ങനെ ഉപഭോക്താക്കൾക്ക് ആത്മവിശ്വാസമേകുന്ന രീതിയിൽ വസ്ത്ര രൂപകൽപ്പന രംഗത്ത് കഴിഞ്ഞ കുറെ നാളുകളായി തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് മെർസി. മെർസി ഫ്രം മരിയ ബുട്ടീക്ക്. Can we all have you on stage, please? She is again a woman wonder. Okay, have a seat back, man, please. എല്ലാവർക്കും ഇരിക്കാം. I was actually wondering, നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്ന 14 പേരുടെ ഒരു മേഖല എന്ന് പറയുന്നത് ഒരു പരസ്പര ബന്ധവും ഇല്ലാത്ത ഒരു മേഖലകളാണ്. റൈറ്റ് ഫ്രം ബുട്ടീക്ക് ടു ഓട്ടോമൊബൈൽ ടു AC ഇൻസ്റ്റാളേഷൻ സർവീസ് ടു കൺസ്ട്രക്ഷൻ ടു കൺസൾട്ടൻസി, പെയിന്റിങ്, അങ്ങനെ എത്ര മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള എന്താ പറയാ പെൺപുലികളാണ് ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി തുടർന്ന് അങ്ങോട്ടും ഫ്ലൈ ഹൈ, കം ഔട്ട് ഇൻ ഫ്ലൈങ് കളേഴ്സ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദി അവാർഡ് വിന്നേഴ്സ്. സോ അവാർഡ് നമ്മൾ കൊടുത്തു, അവർ പോയി. അവർക്ക് എന്തോ തിരിച്ച് നമ്മളോട് പറയാനുണ്ട്. ഒരുപക്ഷെ അവരെ കേൾക്കാൻ ആഗ്രഹമുള്ളവർ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയായിട്ട് ഇൻവൈറ്റ് ചെയ്യാം സ്റ്റേജിലേക്ക്. ഇഫ് യു കുഡ് പ്ലീസ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഫോർ ഓൾ ഓഫ് us, സ്റ്റാർട്ടിംഗ് വിത്ത് ഡെക്സി സന്തോഷ് ഫ്രം ഓറഞ്ച് ബുട്ടീക്ക്. എല്ലാവർക്കും നമസ്കാരം.
ഷീല മാമിനെയൊക്കെ ഒത്തിരി ഒത്തിരി. Dr. Meera Prashant from Meera Smile Dental Clinic. We would love to listen to you. Good evening, ladies and gentlemen, the dignitaries on the dais and off the dais. It gives me immense pleasure to be here. 16 years back when I came to Kochi and started a small... I had a dream that as I grow in dentistry, my passion was obviously cosmetic dentistry. I dreamed that the first few names, or rather the first name that would come to a person's mind when they think of the word cosmetic dentistry should be Dr. Meera's. I am still learning more and more, but I have achieved quite a bit of that dream. 5 years back, I was roped into a beautiful organization where Mary ma'am is also a part of, that is BNI. And from there, I learned a lot. One big thing that I learned from there is a lot more pleasure in giving than getting. And you get as a byproduct when you give. That is an immense learning that I got. And I thought of, as I learned one thing when I listened to all these eminent women on the dais, one thing that they succeeded in what they do because they did what they are strong at, what they are passionate about. They looked into them, found out their strength, went persistently behind that, and you know where they are today. So that's where I have put a small beginning to. I love teaching. I love lecturing. So I've started, I thought we should empower more people. I started a small venture called Dr. Meera's Dental Academy, and it was just started 10 months back. Today I have with me another 16 women, and we strive to upskill the young dentists in the dental practice, especially in cosmetic dentistry, and I aspire to do much more. My heartfelt gratitude to the entire team of Sanrambham and all my teachers. Thank you so much. Thank you. Jatros Maria Town from Fab and Seal. Would you love to? Yeah. നമസ്കാരം, എൻ്റെ പേര് ജാക്ടോസ്. പാലായിൽ ജനിച്ച് ഇടുക്കിയിൽ ജീവിച്ച് എറണാകുളത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാ വീട്ടമ്മ. എൻ്റെ സംരംഭം എന്ന ഈ ടീമിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരു അവാർഡ് തന്നതിലുപരി സമൂഹത്തിലേക്ക് ഇറങ്ങി സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയിച്ച ഇത്രയും വനിതകളുടെ മുമ്പിൽ വെച്ച് ആ അവാർഡ് തന്നതിന്. ഒരുപാട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യം, ഒരു ഒറ്റ പോയിന്റ് ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മളെല്ലാവരും അമ്മയുടെ ഉദരത്തിൽ ആകുന്ന നിമിഷം മുതൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ എല്ലാവരും ഓരോ കുട്ടി റോബോട്ടുകളാണ്. നമ്മളിന്ന് ഏറ്റവും ഐക്കൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷിലാൻഡിയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഓരോ ബിസിനസ് ലേഡീസിനെ കുറിച്ചാണ്, ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും, ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആവട്ടെ എല്ലാവരെ കുറിച്ച് പറയുമ്പോഴും അവര് അതായിത്തീരാൻ എത്തുന്ന ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ റോബോട്ടിക് ലൈഫ് എങ്ങനെയാന്ന് ഞാൻ പറയാം. ഇന്നയാളത് ചെയ്യുമ്പോൾ പറയും അത് ചെയ്തത് നന്നായിട്ടുണ്ട് കേട്ടോ, ഇന്നയാൾ ചെയ്യുമ്പോൾ പറയും അത് കൊള്ളില്ല കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ജീവിച്ച് ചെറുതായിരിക്കുമ്പോൾ തൊട്ടേ കേൾക്കുന്നതാണ് ഇന്ന ചെയ്യുന്നതൊന്നും കൊള്ളില്ല, ഇന്നത് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ചിലർ ചില ഫോട്ടോഷൂട്ടൊക്കെ നടത്തുമ്പം ചിലർ അതിനെ ഭയങ്കരമായിട്ട് അത് കൊള്ളില്ല ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചിലർ പറയും അതിനെന്താ കുഴപ്പം എന്ന്. അതായത് നമ്മൾ വളർന്നു വരുന്ന ആ സാഹചര്യമാണ് നമ്മളെ ഓരോ സ്ഥലത്ത് എത്തിക്കുന്നത്. അങ്ങനെ ഈ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ഈ റിമോട്ട് കൺട്രോൾ ഉണ്ടല്ലോ, റോബോട്ടിന്റെ റിമോട്ട്, അതൊരു കാലം എത്തുമ്പം ആൺകുട്ടികൾക്കൊക്കെ വീട്ടുകാരങ്ങ് വിട്ടുകൊടുക്കും. അതിന് നീ നിന്റെ റിമോട്ട് കൺട്രോൾ ചെയ്തോളാൻ പറയും. പിന്നെ നമുക്ക് ചില സ്ത്രീകൾക്കൊക്കെ ആ കൺട്രോൾ കിട്ടില്ല. പക്ഷേ ആ റിമോട്ടൊക്കെ എടുത്ത് സ്വന്തമായിട്ട് പയറ്റി ഈ ലെവലിൽ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും
നിങ്ങൾ ഇനി വളർന്നു വരാൻ പോകുന്ന ഓരോ സ്റ്റെപ്പിനും ഒരുപാട് കയ്യടികൾ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എനിക്കിവിടെ അറിയാവുന്ന കുറച്ച് മുഖങ്ങളേ ഉള്ളൂ. ഷീലാൻറ്റി, രൂപ ചേച്ചി, പിന്നെ എൻ്റെ വെന്നിലുള്ള എല്ലാവരെയും എനിക്കറിയാം. എല്ലാവരും ഇവിടെ ഉണ്ടെന്നും എനിക്കറിയാം. അതുപോലെ എല്ലാവരും നല്ല നല്ല വ്യക്തിത്വങ്ങളും നല്ല നല്ല ക്യാരക്ടേഴ്സ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് വ്യക്തിത്വം പ്രകടമാക്കുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. That was powerful indeed. Maya Jacob from Priyanka Beauty Parlor, would you love to come forward and speak to us now? നമസ്കാരം. ഈ അവാർഡിന് ഞാനിവിടെ നിൽക്കുമ്പോൾ 33 വർഷം മുമ്പ് ഒരു ചെറിയ പാർലറിൽ നിന്നുമാണ് ഞാനിവിടം വരെ എത്തിയിരിക്കുന്നത്. കുറച്ച് അവാർഡുകളൊക്കെ ഇതേപോലെ ചെറുതായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫാഷൻ ടിവിയുടെ ഫാഷൻ സലൂൺ എന്ന ഒരു ലേബലിൽ ഒരു പാർലറിൻ്റെ ഈ മാസം അവസാനം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഞാൻ ഒരിക്കൽ കുറേ പേരൊക്കെ ഉണ്ട്, അവർക്കും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ അവാർഡ് തന്ന ഈ വനിത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you so much, ma'am. Mercy from Maria Boutique. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു മിനിറ്റ് ഇവർ പറഞ്ഞു, പക്ഷെ അതിനു മുമ്പായിട്ട് ഞാൻ ITC എന്ന് പറയുന്ന കമ്പനിയിൽ 28 വർഷം, ഇന്ത്യ ടൊബാക്കോ കമ്പനിയിൽ 28 വർഷം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം ഇൻ ബിറ്റ്വീൻ സൈമൾട്ടേനിയസ്ലി ഒരു ചെറിയൊരു ബൊട്ടിക്ക് മാതിരി ചെയ്തുകൊണ്ട് വന്നിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങിയ ആളാണ്. ഹോൾസെയിലാണ് ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആദ്യം ഒരു ഷോപ്പായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അതായത് കോൺവെന്റ് ജംഗ്ഷനിൽ എൻ്റെ സ്വന്തം കടയാണ്. അതിനുശേഷം ഈ കൊറോണ സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത് എന്തോ അറിയത്തില്ല, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ ജസ്റ്റ് ഓൺലൈനായിട്ട് വീഡിയോ എടുത്ത് ചെയ്തതാണ്. ബട്ട് ഇറ്റ് ഈസ് ഗോഡ്. അത്ര നല്ല സക്സസ് ആയിട്ട് ആദ്യം ഒരാളിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ എൻ്റെ ഒരു 3-4 മന്ത്സ്, മാക്സിമം 6 മന്ത്സ് കൊണ്ട് എനിക്ക് 41,000 ഫോളോവേഴ്സും യൂട്യൂബ് ചാനലിൽ എൻ്റെ ഒരു 17,000 ഫോളോവേഴ്സുമാണ് വന്നത്. പക്ഷേ എവറി ഡേ എനിക്ക് കിട്ടുന്ന എൻ്റെ കസ്റ്റമേഴ്സ്, എൻ്റെ വ്യൂവേഴ്സ്, അവർ തരുന്ന ഒരു ഓർഡേഴ്സ് അത്രമാത്രം അതത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ്. കാരണം നേരത്തെ ഞാൻ ഓഫീസ് ടൈമിൽ രാത്രിയിൽ ഉറങ്ങുന്നത് കറക്റ്റ് 10:30 ആകുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന ആൾ ഞാനിപ്പം 2 മണിക്കാണ് ഉറങ്ങുന്നത്. കാരണം അത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. 1 മണിക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്ന ആളെ ഇപ്പം കഴിച്ചാലായി, കഴിച്ചില്ലേലായി. ഏറ്റവും ഞാൻ എനിക്ക് നന്ദി പറയാനുള്ളത്, എനിക്കിവിടെ എന്നെ ഇവർ ഇൻവൈറ്റ് ചെയ്തു, സംരംഭം എന്ന ഇതിൽ എന്നെ ഇൻവൈറ്റ് ചെയ്ത് എനിക്ക് ഒരു അവാർഡ് തന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം ഇതിനൊന്നും യോഗ്യത ഇല്ലാത്ത ഒരാളായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ എൻ്റെ ഫാമിലി സപ്പോർട്ട്, എൻ്റെ ഹസ്ബൻഡ് നൈജീരിയയിലെ, മോള് UK പഠിക്കുന്നു. ഞാനൊരു 1 മാൻ ഷോ നടത്തി. എനിക്കിപ്പം 12 സ്റ്റാഫാണുള്ളത്. അതുപോലെ തന്നെ 1 ലക്ഷം കുടുംബം എന്ന് ഉദ്ദേശിച്ചത് 1 ലക്ഷം ഓണ്ടർപ്രനേഴ്സിനെ 2025 ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു തപസ്. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം. താങ്ക് യു. താങ്ക് യു മാം. ആ ഒരു വിഷൻ കംപ്ലീറ്റ് ആവട്ടെ. നിമിഷ ജെ വടക്കൻ, പ്ലീസ്. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാൻ ബിസിനസ്സിലേക്ക് വളരെ ഫ്രഷർ ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് സ്പീക്കിംഗ് എല്ലാ കാര്യത്തിലും ഞാൻ വളരെ ഫ്രഷറാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയാണ് എസ്വെയർ ടെക്നോളജീസ്. കഴിഞ്ഞ ഒരു 14 ഇയേഴ്സ് ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം നമ്മൾ പുതിയതായിട്ടെന്ന് വെച്ചാൽ ഒരു 6-7 വർഷമായിട്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് സൊല്യൂഷൻസ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൊറോണ സമയത്ത് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. എല്ലാവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ സമയത്ത് ഞങ്ങളുടെ ബിസിനസ്സിന് നല്ല ലാഭമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഓപ്പൺ ചെയ്തിരുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കുകളായിരുന്നു.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ ഞങ്ങൾ മനസ്സിലാക്കി, ഈ മണി ബിസിനസ് അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റ് ഉണ്ട്. എത്ര ലോക്ക്ഡൗൺ ആയാലും ആൾക്കാർ വീട്ടിലാണെങ്കിലും എപ്പോഴും ക്യാഷിന് ആവശ്യമുണ്ട്, അതിന് ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ലോക്ക്ഡൗൺ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട്, പ്രായമായവർക്ക് പുറത്തു പോകാൻ പറ്റില്ല, കുട്ടികളുള്ളവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് എന്തുകൊണ്ട് ഈ ATM ആണ് ഏറ്റവും വലിയ നമുക്ക് ഇൻഫെക്റ്റ് ആവാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഒത്തിരി പേര് വരുന്നു പോകുന്നു, സാനിറ്റൈസേഷനൊക്കെ കുറവാണ് അവിടെ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ATM ടു ഹോം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ ഇപ്പം വീട്ടിലിരുന്ന് തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്തും ഇപ്പോൾ ഓൺലൈൻ വാങ്ങുന്ന പോലെ നമുക്ക് മണിയും ഓൺലൈൻ ഓർഡർ ചെയ്യാമെന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയത് അങ്ങനെയാണ്. എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. സംരംഭത്തിന് എല്ലാം നന്ദി പറയുന്നു. Ruma VS, Ruma Permanent Cosmetics. ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഞങ്ങൾക്ക് മുന്നേ വന്ന് ബിസിനസ് ചെയ്ത് വിജയിച്ച എല്ലാ എൻ്റെ സിസ്റ്റേഴ്സിനും നമസ്കാരം. പിന്നെ ഞാനിവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബിസിനസ് എന്ന് വെച്ചാൽ പെർമനൻറ്റ് കോസ്മെറ്റിക്സ്. അതായത് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ 2 years ബാക്ക് USA നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആരംഭിച്ച ഒരു ബിസിനസ്സാണ് പെർമനൻറ്റ് കോസ്മെറ്റിക്സ്. ഞാനൊരു കോസ്മെറ്റോളജിസ്റ്റാണ്, പ്ലസ് എസ്തറ്റീഷ്യനാണ് ഫ്രം USA നിന്ന് തന്നെ. ആദ്യം ഞാൻ ഇവിടെ വന്ന് ഈ പെർമനൻറ്റ് കോസ്മെറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം മനസ്സിലായിരുന്നത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എത്രത്തോളം സക്സസ് ആവുന്നുള്ള പേടിയോടെ തന്നെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ ആളുകൾ ഗ്രൂമിങ്ങിൽ വളരെയധികം ഫോർവേഡാണ്, ഒത്തിരി മുന്നോട്ട് പോയി എന്നുള്ളത് എനിക്ക് 2 വർഷം കൊണ്ട് വളരെയധികം മനസ്സിലായി. നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്ന് ആളുകൾ കോസ്മെറ്റിക് ക്ലിനിക്കുകളിലോട്ട് എത്തിക്കഴിഞ്ഞു അല്ലേ. പലരും പണ്ട് എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ കോസ്മെറ്റിക് ക്ലിനിക്, പെർമനൻറ്റ് കോസ്മെറ്റിക്സ്. നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അത് ലാസ്റ്റിംഗ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ, നമ്മളെല്ലാം പൈസ മുടക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു സൊല്യൂഷനായിട്ടാണ് റൂമ പെർമനൻറ്റ് കോസ്മെറ്റിക്സ് ഞാൻ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തത് 2 വർഷം മുന്നേ. ഇപ്പം ഞാൻ കാലിക്കറ്റ് 2 months ബിഫോർ ഞാൻ കാലിക്കറ്റ് ആശ്രം മിംസിൻ്റെ അടുത്ത് റൂമ പെർമനൻറ്റ് കോസ്മെറ്റിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ, കോസ്മെറ്റിക് ഫ്രീ വേൾഡ്. നമ്മളെല്ലാവരും കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതാണ്. ഇവൻ ലിപ്സ്റ്റിക്, ഐലൈനർ, ഐബ്രോസ്, പെൻസിൽ, എല്ലാവരും നമ്മളെല്ലാം മേക്കപ്പ് ചെയ്യുമ്പോൾ ഐബ്രോസ് കറക്റ്റ് ചെയ്യാനൊക്കെ തന്നെ ഒത്തിരി സമയം കളയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് വളരെ നാച്ചുറലായിട്ട് വിത്തൗട്ട് എനി ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ പെർമനൻ്റ് ആയിട്ട് കൊണ്ടുവരാമെന്നുള്ളൊരു ഒരു തീമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സംരംഭ മാഗസിനും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് സംരംഭ മാഗസിനോട് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും നല്ല വനിതകളുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അവാർഡ് തരാൻ നമുക്കൊരു അവസരം തന്നതിന് സ്പെഷ്യലി സംരംഭ മാഗസിനിലെ മനുവിനോട് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് റൂമ. Ruby Daniel from Arya Frisk System. ഗുഡ് ഈവനിങ് ഗൈസ്. എനിവേ BNIയിൽ ഒരു 30 minutes സംസാരിച്ചതുകൊണ്ട് ഇവിടെ എനിക്ക് പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ മേരി മാമിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. 30 seconds. Anyway, thanks to all. Actually, this award is my team's dedication and hard work. My team is 150 staffs. We are doing air conditioning, engineering, sales, service projects. And ഞാൻ ഇവിടെ ഇപ്പം സന്തോഷിക്കുന്നത് എനിക്ക് 100 കസ്റ്റമർ കിട്ടി എന്നുള്ളതാണ്. So I am marketing കാരണം സീസൺ വരുന്നു. നിങ്ങൾ എല്ലാവർക്കും AC സെയിൽസ് ചെയ്യാം, എനിക്ക് എൻ്റെ അടുത്തുനിന്ന് വാങ്ങാം, സർവീസ്, ആൻഡ് വി ആർ ഡൂയിങ് ദ പ്രോജക്ട്സ് ഓൾസോ. എനിവേ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ടൈം ലിമിറ്റ്. ആ ടൈം ലിമിറ്റ് നന്നായിട്ട് യൂസ് ചെയ്യാൻ മാഡത്തിനെ ആരും പഠിപ്പിക്കണ്ട, അതുകൊണ്ടാണല്ലോ നമ്മളിന്ന് ഇവിടെ വിളിച്ചു വരുത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കസ്റ്റമേഴ്സിനെ കിട്ടിയത് ഞങ്ങൾക്ക് ചെലവുണ്ടേ പറയാണ്. ഇനി മൂവിങ് ഓൺ, സൗമ്യ ജിതൻ ഫ്രം സ്പെക്ട്ര വെഞ്ചേഴ്സ്. Good evening all.
ഫസ്റ്റ് ഓഫ് ഓൾ ഈ അവാർഡ് സ്പെക്ട്ര വെഞ്ചർ എന്ന ടീമിന് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണു. പിന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് വുമൺ എന്റർപ്രണേഴ്സിന് മുമ്പിൽ നിന്ന് ഇങ്ങനൊരു അവാർഡ് സ്വീകരിക്കുക പറ്റിയതിൽ. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു സംരംഭം. പിന്നെ അധികം സംസാരിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് കാരണം നിർത്തുന്നു. താങ്ക് യു. ഞാനല്ല റിങ്കു. ലാസ്റ്റ് ഇനി നമുക്ക് UFK Paul ഫ്രോം ലിറ്റിൽ ബ്രിട്ടൻ. She's here? Yeah. Good evening, ladies and gentlemen. It is with great pleasure I stand before you to receive this award, prestigious award. And I thank the jury, I thank the sponsors, as well as whoever has arranged this wonderful function. What a wonderful evening it was. And it actually feels like we've started Little Britain just yesterday. And in the short span of 2 years, we've been ranked among the top 5 preschools in South India. Yeah. And I think, according to me, there are 2 noble professions. One, of course, of a teacher and one of a doctor. And I would like to take this opportunity to get your best wishes for our upcoming new hospital, Belmont Hospital, in Kallur Stadium Link Road, which is just going to inaugurate soon. It's an exclusive diabetic and research center. പിന്നെ നന്ദി പറയാനുള്ള വെൻ ഗ്രൂപ്പിനോടാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ട് വരാൻ തുടങ്ങിയതും കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയതൊക്കെ വെൻ നെറ്റ്വർക്ക് കണക്ഷനിലൂടെയാണ്. There are so many efficient and powerful women on the dais and off the dais as well. Meenu ma'am, കുറേ പേര്, ലിജി മാം, പ്രീതി, ആൻഡ്രിയ, so many of you. എനിക്ക് ശരിക്കും കണ്ണ് കാണുന്നില്ല, എൻ്റെ മോൻ കണ്ണ് കുത്തിയിട്ട് കോർണിയ ഓപ്പറേഷൻ ഉണ്ട്. അതേഴ്സ് I would have named all of you because we are one family. And also, last but not the least, I would like to thank my dearest parents, my mother, my father especially. Unfortunately, he has left us a few months back. അപ്പച്ചൻ കാരണം നമുക്ക് ഐഡിയാസ് മാത്രം പോരല്ലോ, നമുക്ക് പൈസ വേണം, ഇമോഷണൽ സപ്പോർട്ട് വേണം, അതൊക്കെ തന്നത് ഫാദറാണ്. അപ്പോൾ ഫാദറിനോട് ഈ ഒരു in this opportunity I would like to thank him, and I'm really sure he's going to look down on me and be very proud. അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മരിക്കാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾ മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ലിറ്റിൽ ബ്രിട്ടൻ സക്സസ്ഫുൾ ആയല്ലേ, വെരി സക്സസ്ഫുൾ ആയി, വെരി ഗുഡ്, കീപ്പ് അപ്പ് ദ ടെമ്പോ. എപ്പോഴും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് കീപ്പ് അപ്പ് ദ ടെമ്പോ. സോ ഷുവർ ഐ വിൽ. താങ്ക് യു വൺസ് അഗെയിൻ, ആൻഡ് വി ഓൾ ഷുഡ് കീപ്പ് അപ്പ് ദ ടെമ്പോ. താങ്ക്സ്. Thank you so much. Well, lovely ladies out here. എൻ്റെ സംരംഭകരുടെ വിജയ മന്ത്രം. ചുരുങ്ങിയ കാലയളവുകൊണ്ട് കേരളത്തിലെ നമ്പർ 1 ബിസിനസ് മാഗസീനായി ഞങ്ങൾ മാറി. ഇതിന് 2 സാരഥികൾ, ഒരു സ്ത്രീ ഒരു പുരുഷൻ. സ്ത്രീ ഇതാ വേദിയിലിരിക്കുന്നു അന്ന, പുരുഷൻ എൻ്റെ സൈഡിൽ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുമ്പോഴും നമ്മൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, ഡെഫിനറ്റ്ലി നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ അച്ഛൻ, നമ്മുടെ ബ്രദർ, മേ ബി നമ്മുടെ മക്കൾ, ഇവരെല്ലാവരും ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും നമ്മളുടെ സക്സസിൽ ഒരു പാട്ടുണ്ട്. സോ എൻ്റെ സംരംഭത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വേദിയിലിരിക്കുന്നത് അന്നയാണെങ്കിൽ അന്നെ പുഷ് ചെയ്ത് വേദിയിലേക്ക് എത്തിച്ചതും വെൽക്കം സ്പീച്ച് പറയാനൊക്കെ ട്രെയിൻ ചെയ്തതും ഒക്കെ റിങ്കു ആണ്. സോ അവരുടെ ഇടയിൽ പോലും ആ ഒരു കെമിസ്ട്രി ഉള്ളത് കൊണ്ടിട്ടാണ് അവർ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകുന്നത്. ലൈക്ക് മെനി ഓഫ് അസ്, നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റം കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കുതിക്കുന്നത്. ഇത് ഇത്രയും പറഞ്ഞിട്ടും ആരും കൈയടിക്കാത്ത എന്താണെന്നാണ് ഞാൻ ഓക്കെ. Rengu K. Karidas, my dear friend and a brilliant man right out here, the CEO of Samrambam Magazine, the managing partner of Spark Stories is right here for the vote of thanks. Rengu. നമസ്കാരം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീനു കുറേ പറഞ്ഞു, പക്ഷേ ഞാനാണ് താങ്ക്സ് പറയേണ്ടത്. ഇത്രയും സ്ത്രീകളുടെ ഇടയിൽ ഒറ്റ പുരുഷനെ സംസാരിച്ചോളൂ, അത് ഞാനാണ്. അപ്പോൾ ആദ്യത്തെ താങ്ക്സ് ഞാൻ എനിക്ക് തന്നെയാണ് പറയേണ്ടത്, കാരണം ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് പ്രിയ മാഡത്തെ വിളിക്കുന്നതിന് മുമ്പ് ഫാസിൽ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, പ്രിയ മാഡത്തെ വന്ന് ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫാസിൽ സാറാണ് എന്നോട് പറഞ്ഞത്, പുരുഷന്മാർക്ക് ഒരു ദിനം വേണം, സ്ത്രീകൾക്ക് മാത്രം പോരാ. കാരണം ഈ മാർച്ച് എല്ലാ സ്ത്രീകൾക്കും എല്ലാ ദിവസവും ഉണ്ട്, നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, നമുക്കൊരു ദിനം വേണം. അതുകൊണ്ട് ആദ്യം ഇവിടെ വന്ന എല്ലാ പുരുഷ സുഹൃത്തുക്കൾക്കും താങ്ക്സ്. കാരണം ഒരുപാട് പേരുണ്ട്, കാരണം അത് ചിരിച്ചുകൊണ്ടാണെങ്കിലും പറയുന്നത്. എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഇങ്ങനൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞു, അദ്ദേഹം വിദേശത്താണ്, എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനം നടത്തുന്നുണ്ട്, ഹരിപ്രിയയുടെ ഹസ്ബൻഡിനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കരുത്താണ്
മുന്നോട്ട് പോകാനുള്ള ഹരിപ്രിയയുടെ ഊർജ്ജം. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്ക് പിന്നിലും ഒരു പുരുഷനുണ്ടെന്നും കൂടി വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയുക എന്ന ഔപചാരിക കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഷീല മാഡം തൊട്ടിട്ടാണ് ആദ്യം നന്ദി പറയേണ്ടത്. വളരെ തിരക്കുള്ള നിമിഷങ്ങൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടാണ് ഷീല മാഡം ഇവിടെ വന്നത്. നമ്മുടെ ഏത് പ്രോഗ്രാം നടത്തിയാലും ആദ്യോടന്തം നമ്മുടെ ഒരു എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാറുള്ളതാണ്. ഷീല മാമിനോട് ഞാൻ ഒഫീഷ്യലി നന്ദി പറയുകയാണ്. ഇനി അവിടെ നിങ്ങളോട് വരികയാണെങ്കിൽ രൂപ മാഡം ഞങ്ങൾ വീട്ടിൽ പോയി കണ്ടിരുന്നു. ഒരുപാട് വർഷമായിട്ട് പരിചയമുണ്ട്. സംരംഭത്തിൽ ആദ്യകാലത്ത് തൊട്ട് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ത്രീകളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് രൂപ സർക്കിൾ നിമിത്തമാകുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് കൽപ്പന മാഡം. ഞങ്ങൾക്ക് ഔപചാരികമായിട്ട് ഒരു നന്ദി പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ തന്നെ പാറ്റേണാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സുപരിചിതിയാണ്. എന്നിരുന്നാൽ കൂടി ഒഫീഷ്യലായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. ആശാ മാഡത്തെക്കാളും കൂടുതൽ എനിക്ക് പരിചയം അക്ഷയനോടാണ്. അക്ഷയായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്, അടുത്ത ഒരു സ്നേഹമുണ്ട്. ആശാ മാഡം ഈ വേദിയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. മാഡം നമ്മുടെ കൂടെ സഹകരിച്ചതിൽ അതിലേക്കാളുള്ള സന്തോഷം. പ്രിയ മാഡത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞു, ഫാസിൽ സാറിനെ വിളിച്ചിരുന്നു. പ്രിയ മാഡമായിട്ടൊരു ഫാമിലി സൗഹൃദമാണ്, നമ്മുടെ വീട്ടിലൊക്കെ പോകും, എല്ലാവരുമായിട്ടും ഒരടുത്ത ബന്ധമുണ്ട്. ഈ വേദിയിലേക്ക് വന്നതിന് പ്രിയ മാഡത്തോടുള്ള നന്ദി പറയുകയാണ്. ബിനു ചേച്ചിയാണ് നമ്മൾ കിഴക്കമ്പലത്ത് പോയി കണ്ടതാണ്. കിഴക്കമ്പലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഒരു കഷ്ടപ്പെട്ട് വളർന്ന് വന്ന, ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുമായിട്ട് വന്നിട്ട് നമ്മുടെ കിഴക്കമ്പലത്ത് നിന്നൊരു കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംരംഭകയാണ്. ബിനു ചേച്ചി നന്ദി. ഇനി അങ്ങോട്ട് പറയേണ്ടത് ഉത്തര മേഡത്തെയാണ്. നമ്മൾ വിളിച്ചപ്പോൾ കോഴിക്കോട് അന്ന പറഞ്ഞു കോഴിക്കോടിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടെങ്കിൽ ഏത് രാത്രി പോയാലും നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കേണ്ട, അതുപോലെ ആതിഥ്യ മര്യാദയുള്ള നാടാണ്. ഓട്ടോറിക്ഷ മുതൽ മുകളിലേക്ക് എല്ലാവരും നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കോഴിക്കോടിൻ്റെ മഹത്വമാണ് ഇവിടെ ഇരിക്കുന്നത്. ഉത്തര ചേച്ചിക്ക് ഈ പ്രോഗ്രാമിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. ഗ്രീഷ്മ മാഡം ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട്, വീട്ടിൽ പോകാറുണ്ട്. പലപ്പോഴും ഒരുപാട് സ്ട്രഗിൾസിനെ അതിജീവിച്ച ഒരു വനിതയാണ്. താങ്ക് യു മാഡം ഇവിടെ വന്നതിൽ. മേരി മാഡത്തെ ഞാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ BNA മെമ്പറല്ല, അന്നെയാണ് BNAയിലെ മെമ്പർ. BNA വഴി പരിചയമുണ്ട്. അതിനു മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വണ്ടർഫുൾ ആക്കിയതിൽ, ഈ ഒരു പാനൽ ഡിസ്കഷൻ കൈകാര്യം ചെയ്തതിൽ നന്ദി പറയുന്നു. അതിലെല്ലാം ഉപരി ഇനിയിപ്പോൾ അടുത്തിരിക്കുന്ന അന്നയാണ്. കാരണം ഇവിടെ ഈ വനിതാ ദിനത്തിൽ ക്യാമറാമാന്മാർ വരെ വനിതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അവസാനം നന്ദിയെങ്കിലും ഞാൻ പറയും. അപ്പോൾ പ്രത്യേകിച്ച് എതിർപ്പൊന്നും കൂടാണ്ട് നന്ദി പറയാൻ ഒരവസരം തന്നതിൽ വീണ്ടും എല്ലാവർക്കും അന്നയോടുള്ള നന്ദി പറയുന്നു. ഈ വരുന്ന ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈവനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും തിരക്ക് പിടിച്ചൊരു സമയമാണ്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇങ്ങനൊരു പ്രോഗ്രാം നടത്താൻ ഞങ്ങളെ സഹായിച്ച വെന്നിൻ്റെ മെമ്പേഴ്സ് ഉണ്ട്. വിനോദിനി മാഡത്തിൻ്റെ മുഖമാണ് ഞാൻ നോക്കുന്നത്, കാണുന്നില്ല. വിനോദിനി മാഡം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് തന്നൊരു സപ്പോർട്ട്, വെന്നിൽ നിന്ന് വന്ന ഓൺട്രപ്രണേഴ്സ്, ഇപ്പോൾ മറ്റ് ഓള് പോലുള്ള സംഘടന, അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് സംഘടനകളിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരുപാട് ലേഡീസിന് വേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് പേരെ ഇവിടെ കാണാൻ പറ്റി. ഇവിടെ വന്ന എല്ലാവർക്കും, ഈ ഡയസിലിരിക്കുന്നതും വേദിയിലിരിക്കുന്നതുമായ എല്ലാവർക്കുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. നമസ്കാരം. ഇതിനുശേഷം ഇവിടെ ലഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട്, എല്ലാവരും അത് കഴിക്കണമെന്നും. സോറി, പറഞ്ഞത് മാറിപ്പോയതാണ്, ക്ഷമിക്കണം കേട്ടോ. ഡിന്നറാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ലൈറ്റ് ആയാലും ഡേ ആണോ നൈറ്റ് ആണെന്നും മറന്നുപോയി. ഇത്രയും പേരിയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഡിന്നർ കഴിക്കണം, അതിനുശേഷം പോകണം. ഓക്കെ. അല്ല എന്നെ സമ്മതിക്കില്ല. ലഞ്ച് നമ്മൾ ഡിന്നർ ആക്കും, ഡിന്നർ ആണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കും, ബ്രേക്ക്ഫാസ്റ്റ് വരെ ആക്കും നമ്മൾ. സോ ദാറ്റ് വാസ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ലേഡീസ് ഓൺ ബോർഡ് ആൻഡ് ഓഫ് ദി സ്റ്റേജ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെയുള്ള മനോഹരങ്ങളായ പ്ലാറ്റ്ഫോമുകളിൽ വെച്ച് നമ്മൾക്ക് എപ്പോഴെങ്കിലും വീണ്ടും കണ്ടുമുട്ടാം. Hello, Sambram, the entire team of Sambram, and thanks. MODക്ക് ഇതിന് ഒരു അവസരം ലഭിച്ചതിന് താങ്ക്സ്. ഇത്രയും നല്ലൊരു ഈവനിങ് ഇത് ചെയ്തതിന് ഭയങ്കര താങ്ക്സ്. ഓക്കെ. സോ റിങ്കു ആൻഡ് അന്നമ്മ ആൻഡ് മനു എന്നുള്ള താങ്ക് യു ഓൾ. താങ്ക് യു മാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള മനോഹരങ്ങളായ പ്ലാറ്റ്ഫോമുകൾ എൻ്റെ സംരംഭം ഇനിയും ഒരുക്കുന്നതായിരിക്കും. അധികം ഇടവേളകൾ ഇല്ലാതെ അത് സംഭവിക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും സന്ധിക്കാം. സോ സ്ത്രീ പുരുഷൻ ഒരു കോമ്പറ്റീഷൻ അല്ല വേണ്ടത്, ഒരു കോ എക്സിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇനിയിപ്പോൾ ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും മുന്നോട്ട് പോകാനുള്ള വിൽ പവർ നമ്മൾക്കുണ്ട് താനും. സോ കീപ് അപ്പ് ഡൂയിങ് ദി ഗുഡ് വർക്ക് ദാറ്റ് യു ഹാവ് ബീൻ ഡൂയിങ്. നമ്മുടെ സുന്ദരി ആങ്കറിനെയും പ്രത്യേകം താങ്ക് യു പറയുന്നു. നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാം നന്നായിട്ട് കണ്ടക്ട് ചെയ്തു, എല്ലാവരെയും നല്ലവണ്ണം ഡിസ്ക്രൈബ് ചെയ്തു. താങ്ക് യു സോ മച്ച് ടു യു ഓൾസോ. ആ ചേട്ടന് മറന്നു, അതാ ഞാൻ ഒന്ന് മേടിച്ചേ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കെട്ടിയവന്മാരെല്ലാവരും ഇവിടെ ഉള്ളവർക്ക് താങ്ക് യു. ലീവൊക്കെ എടുത്ത് എൻ്റെ കെട്ടിയവൻ പാവം വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ് ഓൾസോ. മെൻ ആർ ഓൾസോ വെരി സപ്പോർട്ടീവ് ടു അസ്. താങ്ക് യു. രംഗു കണ്ടു പഠിക്കും രംഗു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.
അപ്പോൾ ഡിന്നർ ഇസ് ബീങ് സർവ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദിസ് വെന്യൂ. ഈ ഒരു കോറിഡോറിലാണ്. യു മേ പ്ലീസ് ഫീൽ ഫ്രീ ടു ജോയിൻ us ഫോർ ദി ഡിന്നർ. ഓൺ സ്റ്റേജ് ഒരു ചെറിയ ഫോട്ടോ സെഷൻ ഉണ്ട്. ഇപ്പോൾ പാനലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവാർഡ് വിൻ ചെയ്ത 14 പേരെയും ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ഒരു ഫോട്ടോ എടുക്കാനാണ്. സോ അവാർഡ് കിട്ടിയ 14 പേരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. സൂൺ ആഫ്റ്റർ ദിസ് അവാർഡ് കിട്ടി 14 പേർക്കും സ്റ്റേജിലേക്ക് വരാം. അവാർഡ് വാങ്ങിയ എല്ലാവരും ഒരു സിംഗിൾ ഫോട്ടോയും കൂടി എടുത്തിട്ട് വേണേ പോകാനായിട്ട്. ലെറ്റ് മീ റിപ്പീറ്റ്, അവാർഡീസിന്റെ എല്ലാവരുടെയും ഒരു സിംഗിൾ ഫോട്ടോഗ്രാഫ്സും വേണം. നമുക്ക് 14 പേരുടെയും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും വേണം. സോ ആരും പോരുത്. കൈൻഡ്ലി കീപ് വെയിറ്റിംഗ്. താങ്ക് യു. ഇനി അവാർഡ് വിന്നേഴ്സിനുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ. അവാർഡ് വിന്നേഴ്സിനുള്ള ഫോട്ടോ. അവാർഡ് വിന്നേഴ്സ് എല്ലാവരും സ്റ്റേജിലേക്ക് കയറണം. നമ്മുടെ ഡിഗ്നിറ്ററീസിന്റെ കൂടെയുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ. അവാർഡ് കൂടെ എടുത്തോളൂ, കുഴപ്പമില്ല. And the message coming from my eyes says leave it alone. Don't wanna hear about it. Every single one's got a story to tell. Everyone knows about it. From the Queen of England to the Hounds of Hell. And if I catch you coming back my way, I'm gonna serve it to you. And that ain't what you want to hear, but that's what I'll do. And the feeling coming from that blood says find a heart. And I it's coming from that blood. Tell me go back home. എല്ലാവർക്കും കൂടി ഒരു അനൗൺസ്മെന്റ് കൂടെ നടത്തട്ടെ. നമ്മുടെ കോറിഡോറിൽ ബൈ ഹാൻഡ്, അതായത് നമ്മൾ ഇന്നത്തെ അസോസിയേറ്റ് സ്പോൺസേഴ്സ് ആണ്, ബൈ ഹാൻഡ് ലവ് എത്നിക് ലിവ് എത്നിക്, ഇവരുടെ ഒരു കൗണ്ടർ ഉണ്ട്. നിങ്ങൾക്ക്
സസ്റ്റൈനബിൾ ഫാഷൻ ആഗ്രഹമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു കൗണ്ടർ നല്ല സെലക്ഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആസ് മച്ച് ആസ് ഐ നോ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ലൈക്ക് ഡൈ ഓർ ത്രെഡ് ഓർ വാട്ട് എവർ, എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളൊരു ഫാഷനാണ്. ഇറ്റ്സ് വെരി വെരി ഇംപ്രസീവ്. കൈൻഡ്ലി ഗോ ഹാവ് എ ലുക്ക് അറ്റ് ബൈ ഹാൻഡ്, ലവ് എത്നിക് ആൻഡ് ലിവ് എത്നിക്. Sometimes a bad boy cries, sometimes a good girl lies to get what she wants.